താതനെന്റെ താതൻ ഈ ദൈവം എന്റെ ദൈവം ഈ താതനെന്റെ താതൻ
മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ലൂക്കോസ് 10:8. ഇന്നത്തെ ദിവസം ദൈവം നമുക്ക് തരുന്ന ലൂക്കോസ് 10:8. വെൻ യു എൻ്റർ എ ടൗൺ ആൻഡ് യു ആർ വെൽക്കംഡ്. നമ്മൾ ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ അവർ നമ്മളെ സ്വീകരിക്കുന്നുവെങ്കിൽ ഈറ്റ് വാട്ട് ഈസ് ഓഫർ ടു യു. അവർ എന്ത് തന്നാലും നമ്മളെ കഴിച്ചോളാം. അപ്പം നമ്മളൊരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ അവർ സ്വീകരിക്കുകയാണെങ്കിൽ, എല്ലാ പട്ടണവും നമ്മുടെ സ്വീകരിക്കുന്നില്ല. അപ്പം നമ്മളൊരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ അവർ സ്വീകരിക്കുകയാണെങ്കിൽ അവർ എന്ത് ആഹാരം തന്നാലും കഴിച്ചോളാം. അതേ കണക്ക് നമ്മളൊരു ഭവനത്തിൽ പോയി തീരുന്നാൽ അവർ നമ്മളെ സ്വീകരിക്കേണ്ട രീതിയിൽ സ്വീകരിക്കുകയാണെങ്കിൽ, അവർ അത് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ കൂട്ടായ്മയിൽ നമുക്കും പങ്കു ചെല്ലാം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അടുത്ത് പറയുന്ന നമ്മൾ ദൈവത്തിന് ഭയത്തോടുകൂടി പോണവരായതുകൊണ്ട് നമ്മൾ ഭയത്തോടുകൂടിയാണ് ഓരോ പട്ടണത്തിനും ഓരോ ഭവനത്തിലും ഓരോ വ്യക്തിയുടെ അടുത്തും പോണത്. കാരണം നമ്മൾ നല്ലതെന്ന് ചിന്തിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവരതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പം നമ്മുടെ ഉള്ളം അറിയുന്ന ദൈവത്തിന് അത് വ്യക്തതയുണ്ട്. പക്ഷെ ലോക മനുഷ്യരിന് ആ വ്യക്തത കാണത്തില്ല. പക്ഷെ കർത്താവ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്, വെൻ യു എൻ്റർ എ ടൗൺ ആൻഡ് ആർ വെൽക്കംഡ്. വെൻ യു എൻ്റർ എ ടൗൺ, നിങ്ങൾ ഒരു പട്ടണത്തിൽ കയറുമ്പോൾ, വേറൊരു പട്ടണത്തിൽ നിന്ന് വേറൊരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ, ആൻഡ് ആർ വെൽക്കംഡ്, അവർ ആതിഥ്യ സൽക്കാരം കണക്ക് സ്വീകരിക്കുകയാണെങ്കിൽ, ഈറ്റ് വാട്ട് ഈസ് ഓഫർ ടു യു. നിങ്ങൾക്ക് എന്താണ് തരാൻ അവരാഗ്രഹിച്ച് തരുന്നതോ അത് കഴിച്ചോളാം. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്നല്ല, അവർ സന്തോഷകരമായ രീതിയിലാണ് വെൽക്കം ചെയ്തത്. അതുകൊണ്ട് നമുക്ക് എന്ത് തന്നാലും കഴിച്ചോളാൻ പറഞ്ഞത്. അതൊക്കെ കണക്ക് നമ്മളൊരു ഭവനത്തിൽ ചെല്ലുമ്പോൾ അവർ നമ്മൾ സന്തോഷകരമായിട്ടാണ് സ്വീകരിക്കുന്നത്. അവർ നമ്മളുമായിട്ട് എന്ത് ഷെയർ ചെയ്യുന്നതോ, സംസാര വിഷയമായാലും എന്തെങ്കിലും വിഷയങ്ങൾ സംസാരിക്കുന്നതാണെങ്കിലും അത് നമ്മൾ ഉൾക്കൊണ്ട് സ്വീകരിച്ചോളാം. അപ്പോൾ നമ്മൾ എന്താണ് നമുക്കതിൻ്റെ ഒന്നാമത്തെ 70 പേര്. After this the Lord appointed 72. അത് വ്യക്തമായിട്ട് പറയുന്നത് വേറെ ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് നടന്നു. അതിന് ശേഷം പറയുന്ന കാര്യമാണ് ആഫ്റ്റർ ദിസ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്കത് ഇമ്പോർട്ടൻ്റ് അല്ല ഇപ്പോൾ. ആഫ്റ്റർ ദിസ് ദ ലോർഡ്, പിതാവായ ദൈവം, അപ്പോയിൻറ്റഡ് 72. എണ്ണി കൃത്യമായിട്ട് പറയുന്നത് അപ്പോയിൻ്റ് ചെയ്തെന്ന്. അതായത് നമ്മളൊരു ഇൻ്റർവ്യൂ എത്രയോ പേര് ചെന്ന് തീരുമ്പോൾ എല്ലാവരെയും എടുക്കില്ല, അവർക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കുന്ന അവരാണ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുക്കുന്നത്. അതേ കണക്ക് കർത്താവ് ഇവിടെ 72 പേരെ അപ്പോയിൻ്റ് ചെയ്തു. അപ്പോൾ എത്രയോ പേര് വന്ന് കാണുമായിരിക്കും ആ കൂട്ടത്തിൽ. പക്ഷെ അവിടെ നിന്ന് 72 പേരെ അപ്പോയിൻ്റ് ചെയ്തു. ആ 72-ൽ നമ്മളുണ്ടോ? ആ 72-ൽ നമ്മളുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം കർത്താവ് സെലക്ട് ചെയ്യുന്നതിൽ കൂട്ടത്തിൽ നമ്മളുണ്ടാവണം. എന്ത് സെലക്ഷൻ ആയിക്കോട്ടെ, കർത്താവാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിൽ വരണം. അപ്പോൾ 72 പേര്, അപ്പോൾ 1-2 പേരല്ല, 72 പേരെ സെലക്ട് ചെയ്തിട്ടും നമ്മൾ അതിൽ പെടുന്നില്ലെങ്കിൽ എന്തോ എവിടെ പന്തികേടുകളുണ്ട്. അപ്പോൾ നമ്മൾ സ്വയം പറയാണ്, ഇല്ലല്ല എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആൾക്കാർ ചിലർ പറയുന്നുണ്ട്, ഉപസിക്കുന്നു, ഞാൻ 21 ദിവസം ഉപസിക്കുന്നു,
21 ദിവസം കഴിഞ്ഞിട്ട് തരുമ്പോൾ ഉപവസിച്ച് കഴിഞ്ഞോ, 21 ദിവസം കഴിഞ്ഞോ? കഴിഞ്ഞു. എന്ത് വിഷയമായിരുന്നു? അതൊരു വിഷയമുണ്ട്. എന്നിട്ട് കിട്ടിയോ? ഇല്ല, അത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അവിടെ തന്നെ കപട ഭാഷകളാണ്. എത്ര ദിവസം വേണമെങ്കിലും ഉപവസിക്കാം. നീ ഉപവസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഉള്ളിൽ ഒരു വിഷയമുണ്ട്. ആ വിഷയം ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ഉപവസിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ അടുത്ത് ആ വിഷയത്തിന് ഇവിടെ ലോക ജാതികൾ വന്ന് സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിൽ പോയി കമന്നടിച്ച് ഉരുളുന്നു, മുട്ടുകുത്തി നടക്കുന്നത്. ഇപ്പോൾ ഇന്നലെ പറഞ്ഞാൽ സ്ത്രീകൾ മുടി മൊട്ടയടിക്കുന്നു. അപ്പോൾ അത്രയും ലോക മനുഷ്യർക്ക് ചെയ്യാമെങ്കിൽ കർത്താവിൻ്റെ അടുത്തുനിന്ന് വല്ലതും നമുക്ക് പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ ആണ് ഉപവസിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഉപവസിക്കാൻ നേരത്ത് നമ്മളവിടെ ചെല്ലുമ്പോൾ എന്തുവാണ്? ആ ഉപവസിക്കുന്ന അടുത്ത് നമ്മളത് പ്രാപിച്ചേ വരുള്ളൂ. പക്ഷേ നമ്മൾ അതിന് പറയുന്നത് എന്താണ്? നമ്മൾ ഉപവസിക്കുന്നു, മറ്റൊരു ഉപവസിക്കുന്നതാണ് നമ്മൾ ഉപവസിക്കും. അത് നേടിയില്ല, അത് കിട്ടുമെന്ന് എനിക്കറിയാം. പിന്നെയും അടുത്ത വർഷം, പിന്നെയും അടുത്ത പ്രാവശ്യം ഉപവസിക്കുന്നത്. അവിടെയൊക്കെ കപടങ്ങളല്ലേ? ആ കപടം കിട്ടിയപ്പോൾ എന്തുകൊണ്ട് നമ്മൾ വചനങ്ങളും ദൈവത്തിൻ്റെ ദൂതുകളും ഒക്കെ അനുസരിച്ച് രുചിച്ചറിഞ്ഞ് നമ്മൾ എന്തുകൊണ്ട് അവരുടെ അടുത്ത് പറയുന്നത് ഈ കാണിക്കുന്നത് കപടമാണ്? മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ശുശ്രൂഷ തരും? കർത്താവ് പറഞ്ഞത് എന്താണ്? കൊട്ടാരത്തിൽ ചെന്ന് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് രാജാവിന് വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കാൻ അതിനുള്ള കെൽപ്പുണ്ടോ? ആ കെൽപ്പുള്ളവരാണ് കർത്താവിന് ആവശ്യം. അല്ലാതെ ഭയം കൊണ്ടിട്ടോ അവരുടെ വീട്ടിൽ പോയി എങ്ങനെ സംസാരിക്കും? സഭയിൽ ഭയങ്കര അന്യഭാഷയാണ്. ആ വ്യക്തി 21 ദിവസം മുതൽ ആരുടെ അടുത്ത് നമ്മൾ സംസാരിക്കാൻ നമ്മളാരാ? അവർക്ക് ആ കൃപ ഒന്നും ഇല്ലാതെ ആർട്ടിഫിഷ്യൽ കൃപ കാണിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥമായിട്ട് ആത്മാവിൻ്റെ കൃപ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. വചനം പറയുന്നത് എന്താണ്? നമ്മുടെ കോൺഗ്രിഗേഷൻ്റെ അകത്തുള്ള ഒരാൾ തെറ്റ് കാണിച്ചാൽ തിരുത്താൻ നമുക്ക് അധികാരമുണ്ട്. പക്ഷെ കോൺഗ്രിഗേഷൻ്റെ പുറത്ത് എന്തെങ്കിലും ആരെങ്കിലും തെറ്റ് കാണിച്ചാൽ അതിനെ തിരുത്താൻ നമ്മൾ അധികാരം തന്നിട്ടില്ല. അത് പിതാവായ ദൈവത്തിനുള്ളതാണ്. പക്ഷേ ഉള്ളിലുള്ളവർ, സഭയിലുള്ളവർക്ക് തെറ്റാ കാര്യങ്ങൾ വന്നു തരുന്നാൽ തിരുത്തിക്കാൻ വേണ്ടി നമുക്ക് അധികാരമുണ്ട്. ആ അധികാരം ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ആ അധികാരം നമ്മൾ കർത്താവിൽ നിന്ന് വാങ്ങിച്ചവരായിരിക്കണം. അങ്ങനെ ഉള്ളവരാണ് രാജാവിൻ്റെ കൊട്ടാരത്ത് വിരൽ ചൂണ്ടി പറയുന്നത്, നീ ചെയ്തത് പാപമാണ്, നീ ഇങ്ങനെ തെറ്റ് ചെയ്തു എന്ന് പറയാൻ വേണ്ടി. അതേ കണക്ക് ഈ കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ പറയാനുള്ള അധികാരം വേണം. പക്ഷെ ഉറപ്പായിരിക്കണം. ഈ ഉറപ്പില്ലാതെ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് കയറി എല്ലാവരുടെ അടുത്തും ശേഖരിച്ചത് പറയാൻ നിന്നിരുന്നത് ചിലപ്പോൾ തിരിച്ചടിയും കിട്ടും. പക്ഷെ ആത്മാവിൽ പ്രാപിച്ചിട്ട് ഉറപ്പാണെങ്കിൽ ഉറപ്പായിട്ട് സംസാരിക്കാം. അപ്പോൾ ഇവിടെ പറയുന്നു, ആഫ്റ്റർ ദിസ് ദ ലോർഡ് അപ്പോയിൻറ്റഡ് 72 others. അതായത് 12 പേരുണ്ട്, അവരൊന്നും കൂട്ടിയില്ല. 72 others. നമ്മൾ ചോദിച്ചു കർത്താവ് 12 പേരും തിരഞ്ഞെടുത്ത് 12 പേരെയും കൊണ്ട് എല്ലായിടത്തും പോകുന്നു, നമ്മളെ ഒന്നും തിരഞ്ഞെടുക്കുന്നില്ല. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ? 72 വേറെ ചിലരെ. അപ്പോൾ ആ ചിലരിലെങ്കിലും നമുക്ക് വന്നൂടെ? അപ്പോൾ ആ ചങ്കൂറ്റം ഉള്ളവർക്കാണ് ആ വിളിയുള്ളത്. അല്ലാതെ ഈ ആൾക്കാരെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന ശുശ്രൂഷ എന്ന ആർക്കും വേണ്ട. ഓപ്പണായിട്ട് സംസാരിക്കാനുള്ളവരെ മതി. ആൻഡ് സെൻഡ് ദം, എന്നിട്ട് പറയുന്നത് ആൻഡ് സെൻഡ് ദം 2 by 2. ഒറ്റയ്ക്ക് വിട്ടില്ല, ഈ 2 പേരായിട്ടാണ് വിട്ടത്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് വെളിപ്പെടുത്തിയതാണ്. അപ്പോൾ ഈ 2 പേരായിട്ടേ വിടുന്നുള്ളൂ. അപ്പം നമ്മളും ഒരു സ്ഥലത്ത് ഒരു ശുശ്രൂഷ എന്ന് പറഞ്ഞ് പോകുന്നത് 2 പേരായിട്ട് പോകണം. അപ്പോൾ 2 പേരാരാ? ആ പോകാനുള്ള ആൾ തീരുമാനം എടുത്ത് പോകാൻ വേണ്ടി ഇരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരു ആത്മാവിൻ്റെ ചൈതന്യം ഉള്ളത് കൊണ്ട്, ആ ആത്മാവിൻ്റെ ധൈര്യമുള്ളതെന്ന് പോകാൻ തീരുമാനിച്ച് തീർന്നപ്പോൾ കൂടെ കൊണ്ടുപോകുന്ന വ്യക്തിയും അതേ ആത്മാവിൽ കൂടെ ഉള്ളവരായിരിക്കണം. ആ ആത്മാവിൽ ഇല്ലാത്ത ഒരാളിനെ വിളിച്ചുകൊണ്ട് പോയി വഴിയിൽ വെച്ചു, അയ്യോ ഇത് അങ്ങനെ സംസാരിക്കരുത്, അവർ അയ്യോ ഇതിവിടെ ഇങ്ങനെ സംസാരിക്കരുത്, തടസ്സം കൊണ്ടുവരാണ്ട് പിശാചായിരിക്കും ആ വ്യക്തിയെ കൂടെ വിട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അതേ ആത്മാവിൻ്റെ ലെവലിലുള്ള വ്യക്തി വേണം കൂടെ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് ആൻഡ് സെൻഡ് ദം 2 by 2. 2 പേര്. ഇവിടെ നമുക്ക് കർത്താവ് എല്ലാത്തിനും കൃത്യ എണ്ണം പറയും. നമ്മൾ ദൂതുകൾ പറയുമ്പോൾ 2 വരെ കാണുമായിരിക്കും.
ഒരു ഫിക്സ്ഡ് ഇത് പറയത്തില്ല. പക്ഷെ കർത്താവ് വ്യക്തമായി 72 പേരെ അപ്പോയിൻ്റ് ചെയ്തിട്ട് അതിൽ 2 പേര് വീതം ആൻഡ് സെൻഡ് ദം 2 by 2. എന്നിട്ട് ആ 2 പേരെ വീതം തിരഞ്ഞെടുത്തിട്ട് കർത്താവ് പോകുന്ന മുമ്പേ അവരെ പറഞ്ഞു വിട്ടു. ആൻഡ് ഹെഡ് ഓഫ് ഹിം ടു എവറി ടൗൺ, എല്ലാ പട്ടണത്തിലേക്കും വിട്ടു. എന്ന് വെച്ചാൽ കർത്താവ് ആ പട്ടണത്തിൽ പോകാൻ പോണ്, പാലാരി വെട്ടത്ത് പോകാൻ പോണ്, കളമശ്ശേരി പോകാൻ പോണ്, കാക്കനാട് പോകാൻ. അപ്പോൾ അവിടെയൊക്കെ ഈ 2 പേരെ വീതം വിട്ടു. കാരണം കർത്താവ് പിന്നെ പോകാൻ പോകണം അവിടെ. ഇപ്പോൾ രാഷ്ട്രീയക്കാരും ചെയ്യുന്നത് തന്നെ, അവരെ ചെറിയ ചെറിയ നേതാക്കന്മാരെയൊക്കെ അവിടെ ഇവിടെയൊക്കെ വിട്ട് ഒരുക്കിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ നേതാവ് അവിടെ ചെല്ലും. അതൊക്കെ എനിക്ക് കർത്താവ് ഇവിടെ ഈ 2 പേരെ വെച്ച് വിട്ടിട്ട്, കാരണം കർത്താവ് അവിടെ പോകാൻ നിശ്ചയിച്ച സ്ഥലങ്ങളാണ് ഇതൊക്കെ. അവിടെ ഒരുങ്ങിക്കൊള്ളാം, അവിടെ ജനത്തിനടുത്ത് പറയാൻ ഞാൻ വരുന്നെന്ന്. ആൻഡ് എവറി ടൗൺ ആൻഡ് പ്ലേസ് വേർ ഹി വാസ് അബൌട്ട് ടു ഗോ. അപ്പോൾ കർത്താവ് പോകാൻ വേണ്ടി നിശ്ചയിച്ച സ്ഥലത്ത് പോകുന്ന മുമ്പ് ഈ 2 പേരെ വീതം വിട്ടു. അപ്പോൾ തിരഞ്ഞെടുക്കുന്നതിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ? ആ തിരഞ്ഞെടുത്തതിൽ ഈ 2 പേരെ വീതം വിടാൻ വേണ്ടി നമ്മൾ അതിൽ പെട്ടിട്ടുണ്ടോ? ആ 2 പേര് ആരൊക്കെ ആണെന്ന്. അപ്പോൾ എൻ്റെ കൂടെ ആരായിരിക്കും? ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ വെച്ച്, ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ, ഓരോ അനുഭവങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ, അയ്യോ എൻ്റെ കൂടെ ആരും വരണ്ട, പരിശുദ്ധാത്മാവ് കൂടെ വന്നാൽ മതി. ഞാൻ എപ്പോഴും അതാണ് പ്രാർത്ഥിക്കുന്നത്. അയ്യോ എൻ്റെ അടുത്ത് ആരും വരണ്ട. ആത്മീയ കാര്യത്തിൽ ഞാൻ ഇറങ്ങുമ്പോൾ ഒറ്റ എണ്ണം വരണ്ട. എൻ്റെ കൂടെ കർത്താവേ നിൻ്റെ ആത്മാവിനെ എന്നെ വിടൂ. ആത്മാവ് എന്ത് പ്രേരിപ്പിക്കുന്നോ, എന്ത് അവിടെ ചെയ്യണോ അത് ആത്മാവ് ചെയ്തോട്ടെ. ഞാനൊന്നും ചെയ്യുന്നില്ല. അവിടെ വചനം വായിക്കാൻ വേണ്ടി ആ ഭാഗം തന്നു ഒരു പ്രേരണ കിട്ടി, ഞാൻ അത് വെച്ച് സംസാരിക്കുന്നു. ഒരു പ്രേരണ കിട്ടിയപ്പോൾ ഞാൻ സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങി വരുന്നു. ആ താഴെ ഇറങ്ങി വരുമ്പോൾ തന്നെ അവിടെ ജനം ഇളകും. കാരണം ആരും താഴെ ഇറങ്ങി വരുന്നു, അവിടെ മൈക്ക് വെച്ച് അതിൻ്റെ ഫ്രണ്ട് ഇരുന്നേ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ താഴെ ഇറങ്ങി വന്ന് തിരുന്ന് അവരുടെ ഇടയിൽ പോയി ഒരു വ്യക്തിയെ തൊട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം കിടക്കാൻ നേരത്തുള്ള ഉറങ്ങുന്നില്ലെന്ന് തോന്നുന്നു. ചുമ്മാ സ്വപ്നമല്ല, കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. പണ്ടത്തെ കാര്യങ്ങൾ, കാസിനോയിലും ഹൊറൈസണിലും ഒക്കെ ജോലി ചെയ്ത് അവിടെ സമരക്കാർ വന്ന സമയത്ത് അതൊക്കെ വന്നു. പിന്നെ ആ MD എന്നെ സ്വീകരിക്കുന്നു. ഞാനും ഷൈനും പോയി അവൻ്റെ കല്യാണത്തിന് കാസിനോട് MDയുടെ ഫ്രണ്ടിൽ പോയിരുന്നു സംസാരിച്ചത്. അവിടെ കല്യാണം അവിടെ അറേഞ്ച് ചെയ്തത്, ലെറലിൻ്റെ കല്യാണത്തിന് ഇവിടെ അറേഞ്ച് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഉറങ്ങുന്നില്ല. അതേ കൂട്ടത്തിൽ ഞാൻ ചിലയിടത്ത് പോയി ശുശ്രൂഷിക്കുന്നതും കാണുന്നു. ഞാൻ മറ്റേ സിംബാബ്വേയിൽ ഒരു പ്രവാചകയുടെ അവിടെ അത് കണ്ടുകൊണ്ടിരുന്നു. അവരെന്നെ കണ്ടു തീർന്നപ്പോൾ ഇഷ്ടപ്പെട്ടു. പക്ഷെ പിന്നീട് അവരെ പറ്റി പറയാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെയെങ്കിലും എന്നെ നിർത്തി പറഞ്ഞു വിടണം. പക്ഷേ എൻ്റെ പ്രോഗ്രാം ലാസ്റ്റ് ഡേ കർത്താവ് ഒരുപാട് അത്ഭുതം അവിടെ നടത്തി. ഒരുപാട് പേർക്ക് രോഗസൗഖ്യം കൊടുത്ത് അഭിഷേകമൊക്കെ പ്രാപിച്ച് ചിലർ ഭൂതങ്ങളൊക്കെ പുറത്ത് ഇറങ്ങി. അല്ല, എൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ അടുത്തൊരു ഞങ്ങൾ വിളിച്ചിട്ടല്ലല്ലോ വന്നത്, നിങ്ങൾ വരാൻ ആഗ്രഹിച്ചപ്പോൾ വന്നു. അതുകൊണ്ട് ഞങ്ങളൊന്നും തരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഒന്നിനു വേണ്ടി വന്നതല്ല. എൻ്റെ ശുശ്രൂഷ കഴിഞ്ഞു, ഞാൻ പോകാം, നിങ്ങളെ എയർപോർട്ടിൽ കൊണ്ടാക്കിയാൽ മതി. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. വർഷം എത്രയായി? 4-5 വർഷത്തിന് മുമ്പുള്ള കാര്യം. അപ്പോൾ ഇവിടെയും കർത്താവ് പറയുന്നത് ഈ 2 പേരെ വെച്ച് വിട്ടു. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പറയാണ്, നിൻ്റെ കൂടെ ആരും ഞാൻ വിട്ടില്ല, പക്ഷെ ഞാൻ നിൻ്റെ കൂടെ വന്നു. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാതിരുന്ന സ്ഥാനത്ത് എനിക്ക് ഈ കൃപകൾ ഉണ്ടായിരുന്നെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പക്ഷെ അവിടെ കൃപകൾ ഫ്രണ്ടിൽ നടക്കുന്ന കണ്ടപ്പോഴാണ്, അപ്പോൾ എനിക്ക് ഈ കൃപയുണ്ടാ അത് ഒരു പ്രാവശ്യമേ വന്നുള്ളൂ എന്ന് പറഞ്ഞു. അടുത്ത ശുശ്രൂഷ വന്നപ്പോൾ വീണ്ടും അവിടെ നടക്കുന്ന കണ്ടപ്പോൾ അപ്പോൾ ഈ കൃപ ഉണ്ട്, അല്ലാതെ എനിക്കെങ്ങനെ അറിയാം? അപ്പോൾ ഈ കൃപകളോടുകൂടി കർത്താവ് ഈ 2 പേരെ വരെ തിരഞ്ഞെടുത്തിട്ടാണ്, കറക്റ്റായിട്ട് തിരഞ്ഞെടുത്താണ് വരുന്നത്. തിരഞ്ഞെടുക്കാതെ തന്നെ നമ്മൾ കൂടെ നടന്നിട്ട് പറയുന്നത് കർത്താവ് തിരഞ്ഞെടുത്തിട്ടാണ് ഞാൻ വന്നത്. അതൊക്കെ സൂക്ഷിച്ചോളണം. സർപ്പസന്തതികളെ എന്ന് വിളിക്കാനുള്ള അവസരം നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കുകയാണ്. ആര്? കർത്താവല്ല വിളിച്ചത്. കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരിലെ ഒരാളാണ് വിളിച്ചത്. അതാര് വിളിച്ചത്? അപ്പോൾ കർത്താവല്ല, കാട്ടിലെ തേനും വെട്ടുകിളിയും തിന്നുകൊണ്ടിരിക്കുന്ന ആൾ വിളിക്കുകയാണ്. കർത്താവും വിളിച്ച കർത്താവും വിളിച്ചു,
യോഹന്നാനും വിളിച്ചു. ആരെ വിളിച്ചത്? നമ്മളെയൊക്കെ. ഇപ്പോഴത്തെ ആൾക്കാർ വിളിക്കുകയാണെങ്കിൽ തിരിച്ചവനെ എങ്ങനെങ്കിലും കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാൻ വേണ്ടി നടക്കും. പണ്ട് കൊട്ടേഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് ആൻഡ് സെൻഡ് ദം 2 by 2 ahead of him to every town and place where he was about to go. കർത്താവ് പോണ മുമ്പേ ഒരുക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളും എപ്പോഴും പറയുന്നത് ഒരു ആത്മീയ കാര്യത്തിൽ പോണ മുമ്പ് ഒരുക്കങ്ങൾ അവിടെ നടക്കണം. അപ്പോൾ ഒരാൾ വിളിച്ചാലേ പോവുള്ളൂ എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം അതാണ്. അവർ ഒരുക്കണം, അവർ പറയണം ഒരു ദേവദാസൻ വരുന്നുണ്ട്, ഇന്ന സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവർ തയ്യാറെടുപ്പിലിരിക്കണം. ആ ഒരു പ്ലാറ്റ്ഫോം അവിടുത്തെ ശുശ്രൂഷകന് ഒരുക്കണം. അല്ലാതെ ആ ശുശ്രൂഷകൻ അയാളെ വെളിയിൽ നിന്ന് കൊണ്ടുവന്നാലും അയാളെക്കാളും കർത്താവ് എന്നെ ഇവരുടെ സ്റ്റേജിൽ ഉപയോഗിക്കണം. ആ ആൾ വരുന്നത് കൊണ്ടാണ് ജനം കൂടിയത്. ആ ജനം കൂടിയപ്പോൾ അവിടെ ഞാൻ ആദ്യം പ്രസംഗിക്കാം. അങ്ങനെ ചില അണ്ണന്മാരുണ്ട്. വിദേശികളെ കൊണ്ടുവരും, അപ്പോൾ ജനം കൂടും. അവിടെ ഈ വ്യക്തി കയറി ശുശ്രൂഷ നടത്തും. ഗസ്റ്റിന് കുറച്ച് സമയം കൊടുക്കുള്ളൂ. കാരണം ആ ശുശ്രൂഷയുടെ പൂർണ്ണതയിൽ എത്തിക്കാൻ സമയം കൊടുക്കത്തില്ല. അവിടെ ടൈം കൊടുക്കും, 20 മിനിറ്റ് 40 മിനിറ്റ്. എന്നാൽ അവിടുത്തെ സഭയിലെ പാസ്റ്ററോ ടൈമില്ല, കാരണം അയാളുടെ കയ്യിലല്ലേ ഇരിക്കുന്നത് എല്ലാം. അപ്പം ഇങ്ങനെ കളികൾ ഒരുപാടുണ്ട്. അത് ആത്മീയ ലോകത്തിൻ്റെ കപടങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ചിലയിടത്ത് ചെല്ലുമ്പോൾ നമ്മൾ പണ്ട് പോയ സമയത്തൊക്കെ 5 മിനിറ്റ്, ഈ 5 മിനിറ്റ് കൊണ്ട് 3 പേർക്ക് ദൂത് പറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ ശുശ്രൂഷ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ സമയം കൊടുക്കാമായിരുന്നു. ചിലയിടത്ത് പറയുന്നത് എന്താണ്, ഞാൻ കുറച്ചുകൂടെ സമയം എടുത്തോളാം എന്ന് പറഞ്ഞ് ഞാൻ കുറിപ്പ് അവിടെ എഴുതി വച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അത് നീട്ടിയെടുത്തില്ലെന്ന് എനിക്കറിയില്ല. അവരെ കൊണ്ട് പറയിപ്പിച്ച് കർത്താവ്. ഇതെല്ലാം നമ്മൾ അനുഭവിച്ചവരല്ലേ. അവർ വിചാരിച്ച 5 മിനിറ്റ് ഒന്നും ഇൻട്രഡക്ഷനും പറഞ്ഞ് പിരിവിന് വന്ന ആളാണ്, അവിടെ സഭയില്ല, എല്ലാവരും പട്ടിണിയാണ്, എന്തെങ്കിലും നിങ്ങൾ തരണം, സമയമില്ലാത്തതുകൊണ്ട് ഒന്നും സംസാരിക്കുന്നില്ല, സാക്ഷ്യം പറഞ്ഞു തീർന്നു. ചിലർ പറയും നീ ഒന്നും പറയണ്ട, സാക്ഷ്യം മാത്രം പറഞ്ഞാൽ മതി. സാക്ഷ്യം എന്തോ, ഞാൻ ജനിച്ച് വളർന്നു, ഇന്ന് എന്തോ ഫ്രണ്ടിൽ വന്നു, 1 മിനിറ്റ് തീരുന്നു. രണ്ടാമത്തെ വാക്യം, ഹി ടോൾഡ് ദം. എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞത് എന്താണ്? അവിടെ പോയി ഒരുപാട് ഫലങ്ങളുണ്ട്. ചുമ്മാ അല്ല ഞാൻ വിടുന്നത്. അവിടെ പോയാൽ ഒരുപാട് ഫലങ്ങളുണ്ട്. കൊയ്ത്ത് വളരെ ഉണ്ട്. നീ അവിടെ പോയാൽ മതി. അന്നത്തെ കാലത്ത് നെല്ലും ഗോതമ്പും ഒന്നും ഇല്ല, പാടാ. വല്ലവൻ്റെ പേരടുത്ത് പോയി അവർ കൊയ്ത് ഒക്കെ വെച്ച് കൂലി കിട്ടും. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നത് നീ ഇത് ഇന്നടുത്ത് 2 പേര് പോ, നീ 2 ഇടത്ത് ഇവിടെ പോ, ഇവിടെ മറ്റൊരു 2 പോകാൻ പറഞ്ഞു. അവിടെ കൊയ്ത്ത് വളരെ ഉണ്ട്. ദ ഹാർവസ്റ്റ് ഈസ് പ്ലെൻറ്റിഫുൾ. ഇവിടെ നെല്ലും കൃഷിയും ഒന്നും ഇല്ല. പക്ഷെ കർത്താവ് പറയുന്നു ഗുജറാത്തിൽ പോകാൻ. അവിടെ നെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗോതമ്പുണ്ട്, അവിടെ പയറുവർഗ്ഗങ്ങളുണ്ട്. അവിടെ ചെന്ന് പോയി സൈഡിൽ നിന്നാൽ മതി. അവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ എല്ലാം ഇട്ട് തരുമ്പോൾ അവരുടെ ഫ്രീ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ എടുത്ത് തരുന്നത്, ഇതുവരെ നിന്നതല്ലേ, ഇതിനു വേണ്ടിയായിരിക്കും നിന്നത് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് തന്നെ ചിലപ്പോൾ കിലോ കണക്കിന് അരിയും ഗോതമ്പും ആയിരിക്കും. കാരണം അവർക്ക് അതൊരു വിഷയമല്ല. അവർ കൊടുക്കുന്ന 5 രൂപയായിരിക്കും, നമ്മുടെ കയ്യിൽ വരുമ്പോഴാണ് 500 രൂപ ആവുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്? ഈ ടോൾഡ് ദം ദ ഹാർവസ്റ്റ് ഈസ് പ്ലെൻറ്റിഫുൾ. കുറച്ചല്ല, റോഡുണ്ട്, നീ പോയാൽ മതി. ബട്ട് ദ വർക്കേഴ്സ് ഓഫ് യു. പക്ഷെ അവിടെ പോകാൻ ആൾക്കാർ കുറവാണ്. ഇത്രയും ഉണ്ടായിട്ടും ആൾക്കാർ കുറവാണ്. അതുകൊണ്ടാണ് കർത്താവ് തിരഞ്ഞെടുത്ത് 72 പേര്, എന്നിട്ട് ഈ 2 പേര് വീതം പറഞ്ഞു വിട്ടു, സ്പ്രെഡ് ചെയ്ത് വിട്ടു. Therefore, to send out workers into his harvest field. But the workers of you, ask the Lord of the harvest. The harvest is plentiful, but the workers are few. Ask the Lord of the harvest, therefore, to send out workers into his harvest field. ആ മലയാളം വായിച്ച രണ്ടാമത്തെ. കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കം. ആകയാൽ അതുകൊണ്ട് കൊയ്ത്തിന്റെ യജമാനൻ പിതാവായ ദൈവം അതിന് കൊയ്ത്തിന് വേലക്കാരനെ അയക്കാൻ വേണ്ടി നമ്മൾ അപേക്ഷിക്കാൻ. എന്നാലും ഈ 72ൻ്റെ ലിസ്റ്റിൽ വിടുകയുള്ളൂ. അപ്പം നമ്മൾ അപേക്ഷിക്കണം, കർത്താവേ എന്നെ വിടണം, അവിടെ കൊയ്ത്തൂരോടുണ്ട്, ഞാൻ എന്നെ ഒന്ന് വിട്. അവിടെ പോയി കൊയ്ത്ത് ഇരുന്ന ദൈവത്തിന് വേണ്ടി നമ്മൾ
അധ്വാനം ചെയ്തു തരുമ്പോൾ കർത്താവ് വെറുതെ വിടത്തില്ല. നീ കൊണ്ടുവന്ന് കൊട്ട നിറയെ തരും. നിൻ്റെ ചുറ്റിനുള്ളവർക്ക് വയറ് നിറയെ കൊടുക്കുകയും ചെയ്യും. നിന്നെ കൊണ്ട് തന്നെ കൊടുപ്പിക്കും. അത് നോക്കണം, കർത്താവ് കൊടുത്തില്ല. കർത്താവ് അവരെ കൊണ്ടുവരാൻ പറഞ്ഞ ആകെ 5 അപ്പം 2 മീനും കൊണ്ട് ഞങ്ങളിത് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞ് കർത്താവ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ അവരെയൊക്കെ ഇരിക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് തന്നെ വിളമ്പിച്ചു. അവർ വിളമ്പും സാധനങ്ങളിൽ നിറച്ചിരിക്കുന്നു. കൊടുത്തു തീർന്നിട്ട് പറഞ്ഞു ഇനി ആ ബാലൻസ് വന്നതെല്ലാം എൻ്റെ കൊട്ടയിലെടുത്ത് വയ്ക്കാൻ പറഞ്ഞു. എല്ലാവരും വച്ച് തീർന്നപ്പോൾ എൻ്റെ കൊട്ട നിറച്ച് കിട്ടി എന്ന് പറഞ്ഞാൽ അവൻ്റെ കുട്ടിയും നിറച്ചിരിക്കുന്നു, മറ്റവൻ്റെ കുട്ടിയും നിറച്ചിരിക്കുന്നു. കർത്താവ് നിന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് നിനക്കുള്ളത് തന്നെ വയറ് നിറയെ തീറ്റിക്കുകയും ചെയ്ത് നിൻ്റെ കയ്യിലിരുന്ന ഭണ്ഡാരം നിറയെ തരുകയും ചെയ്യും. കർത്താവിൻ്റെ പ്രവൃത്തിയെല്ലാം അതാണ്, സിമ്പിൾ. എന്നിട്ട് ഇവിടെ പറയുന്നത് എന്താണ്? The harvest plentiful, but the workers are few. Ask the Lord of the harvest, therefore, to send out workers into his harvest field. എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? കർത്താവേ എന്നെ വിടണേ. Go, I am sending you out like lamb among the wolves. മൂന്നാമത്തെ വാക്യം. ആ പോകുവിൻ എത്ര ഇമ്പോർട്ടൻ്റ് എന്നറിയാം. പൂച്ച അവിടെ കയറി എന്താ കളിക്കുന്നത്? ഗോ, അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഞാൻ ഒരു സ്ഥലത്ത് ചെന്നിട്ട് എനിക്കിന്ന് സംസാരിക്കാനുള്ളത് നിങ്ങളുടെ അടുത്ത് പോകുക, ഇത് മാത്രമേ ഉള്ളൂ. വായിക്കാൻ പറഞ്ഞു അവരാ വായിച്ച ഗോ മതി എന്നെല്ലാം. അയ്യോ അതിലെന്തോ ഇരിക്കുന്നു. അതിൽ നിന്നിട്ട് 2.5 മണിക്കൂർ സംസാരിച്ചു. അപ്പോൾ ഇവിടെയും അവിടെ പറയുന്നത് ഗോ. ഷൈൻ വായിച്ചപ്പോൾ ഗോ പോയി. ഗോ, ഐ ആം സെൻഡിങ് യു. പോകുക, ഞാൻ നിന്നെ വിടുന്നു. ഐ ആം സെൻഡിങ് യു ലൈക്ക് ലാംസ് അമംഗ് ദ വൂൾസ്. ലാംബ് എന്ന് പറഞ്ഞാൽ ചെമ്മരെ കുഞ്ഞാടുകളാണ്. അവരാരുടെ അടുത്ത് വിടുന്നത്? ചെന്നായ്ക്കളുടെ അടുത്താണ്. ഈ ചെന്നായി എന്ന് പറഞ്ഞാൽ ഈ ലാമ്പിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ഇറച്ചിയാണ്. ആ ചെന്നായ അതിനെ കണ്ട അപ്പം തന്നെ രാഞ്ചി എടുത്ത് കടിച്ച് തിന്നുകളയും. അത് എടുത്തു വരാം. ആ ചെമ്മരി ആട് കൊച്ച് മേരി ഹാഡ് എ ലിറ്റിൽ ലാമ്പ് എന്ന് പറയുന്ന ഒരു കൊച്ച് ആട് ചാടി പോണ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ലാമ്പ് കണക്കത്തായതിന് വിടുന്നത് ആരുടെ അടുത്ത്? ചെന്നായിയുടെ അടുത്താണ്. അത് കണ്ണൊക്കെ ഉരുട്ടി പല്ലൊക്കെ വെച്ച് ഇങ്ങനെ കടിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഇവർ ലാമ്പ് കയറി വരുന്നത്. അത് നോക്കിക്കൊണ്ടിരിക്കുമോ, അതാ ഇപ്പം തന്നെ കടിച്ചങ്ങ് തിന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? Ask the Lord of the heaven therefore to send out workers to his harvest field. Go, I am sending you out like lambs among the wolves. അപ്പോൾ എവിടെ വിടുന്നതെന്നറിയാം? ചുമ്മാ നല്ല സിന്തറ്റിക് ട്രാക്കിൽ കൂടെ നടന്നു പോകുന്ന കാര്യമല്ല. പറയുന്നത് എന്താണ്? ചെന്നായ്ക്കളുടെ അടുത്താണ് വിടുന്നത്. അതുകൊണ്ട് അവിടെ പോയി നമ്മൾ പോയി പ്രസംഗിക്കാൻ വേണ്ടി അവർ കാത്തിരിക്കും. സ്റ്റേജിൽ ചെല്ലുമ്പോൾ പോലീസ് ഗാർഡും ഒക്കെ വന്ന് നിൽക്കും. നമ്മൾ പോയി അവിടെ നിന്ന് സംസാരിക്കുന്ന രാഷ്ട്രീയക്കാർ കണക്ക് അല്ല. നമ്മൾ ചെന്നായ്ക്കളുടെ അടുത്താണ് വിടുന്നത്. അപ്പം അത് വേണം നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അത് കേൾക്കുമ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ അയ്യോ ഞാൻ വരുന്നില്ല. നമ്മൾ സൺഡേ സ്കൂളിലും മറ്റേ പിള്ളേരുടെ പ്രോഗ്രാമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പ്രോഗ്രാമിനടുത്ത് നമ്മൾ ശുശ്രൂഷിച്ചപ്പോൾ 240 പേര് രക്ഷിക്കപ്പെട്ടു, അതിൽ 200 പേര് ദൈവവിലയ്ക്ക് അർപ്പിച്ചു. അവരുടെ അടുത്ത് ഇത് പറഞ്ഞില്ല, നിങ്ങളെയൊക്കെ ചെന്നായ്ക്കളുടെ അടുത്താണ് വിടാൻ പോകുന്നത്. ആ ചെന്നായ്ക്കൽ വലിച്ച് കീറി നശിപ്പിച്ച് ചാവും. അപ്പോൾ ചാവുമ്പോൾ ഇവർ ആരും അറിയുന്നില്ല. ഈ ചാവുന്നെന്ന് പറയുന്നു കേൾക്കുമ്പോൾ പേടിയാണ്. ചാവുന്ന എവിടെ? അവർ ചാവുന്നില്ല, ആ ബോഡി നശിപ്പിക്കും. ആത്മാവിനൊന്ന് തൊടാൻ പറ്റത്തില്ല. ആത്മാവുള്ളതുകൊണ്ടാണ് ജീവൻ ഉണ്ടായിരുന്നത്. ആത്മാവുള്ളതാണ് ബുദ്ധിയും ഇതൊക്കെ വന്നത്. അതിൽ പരിശുദ്ധാത്മാവ് കൂടെ വന്നപ്പോഴാണ് നമ്മൾ ദൈവിക വേലകൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചെന്നായി വന്ന് നമ്മളെ വലിച്ച് കീറി കളഞ്ഞ നമ്മുടെ ബോഡിയാണ്. അത് പോയി, അത് മണ്ണ് കൊണ്ട് ഉണ്ടാക്കി വന്നു, അത് ചെന്നായി വന്നു കീറിക്കളഞ്ഞു. പക്ഷെ ആത്മാവിനെ തൊടാൻ അവർക്ക് ആർക്കും അധികാരമില്ല. കാരണം ആ ആത്മാവ് ദൈവത്തിൻ്റെ ആണ്. ദൈവം ജീവൻ കൊടുത്തു, അതേ ദൈവം ജീവൻ എടുക്കുന്നു. എന്ന് വെച്ചാൽ ജീവൻ എടുത്തില്ല, ആത്മാവ് സ്വർഗത്തിൽ നിന്ന് കൊടുത്ത ആ വ്യക്തി ഇവിടെ ഒരു ബോഡി ചട്ടയിൽ ഇങ്ങനെ നടക്കുന്നു. കർത്താവ് പറയാൻ നിൻ്റെ ജോലി ഇവിടെ തീർന്നു വാ എന്ന് പറഞ്ഞ് തിരിച്ചെടുക്കുമ്പോൾ ഈ ചട്ട ഇവിടെ കിടക്കുകയാണ്. അതിനെ കൊണ്ടുപോയി ജനം എല്ലാം കൊണ്ട് കുഴിച്ചിട്ടു.
ഇത്രേ നടക്കുന്നുള്ളൂ. നമുക്കൊന്നും തോന്നത്തില്ല. ആ ആത്മാവ് ഉള്ളിലുള്ളത് കൊണ്ടാണ് കൊറോണ വൈറസിൻ്റെ ഒരു ഇഞ്ചക്ഷൻ കൊണ്ടുവരുമ്പോൾ തന്നെ വേദന തുടങ്ങി. അത് വയ്ക്കുമ്പോൾ വീണ്ടും ഒരു വേദന. ആ ബോഡിയാണ് വേദനിക്കുന്നത്, അല്ല ആത്മാവിനൊരു വേദനയില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഗോ, ഐ ആം സെൻഡിങ് യു ഔട്ട് ലൈക്ക് എ ലാംബ് എമംഗ് വൂൾസ്. ഡു നോട്ട് ടേക്ക് എ പേഴ്സ് ഓർ ബാഗ് ഓർ സാൻഡൽസ്. ഒരു പേഴ്സ് എന്ന് വെച്ചാൽ ഒരു പൈസയും കയ്യിലെടുക്കരുത്, ഒരു സഞ്ചിയും എടുക്കരുത്, ചെരുപ്പും എടുക്കരുത്. ആൻഡ് ഡു നോട്ട് ഗ്രീറ്റ് എനി വൺ ഓൺ ദ വേ. പോണ വഴിക്ക് ആരെ കണ്ടാലും നമസ്കരിക്കരുത്. പ്രൈസ് ദ ലോർഡ് പാസ്റ്റർ. സഹോദര, പ്രൈസ് ദ ലോർഡ് എന്തുണ്ട് ഇവിടെ പറയുന്നത്? എന്താ? പോണ വഴിക്ക് ആരെയും വന്ദനം ചെയ്യരുത്. അത് നോക്കണം, എത്ര കൃത്യമായിട്ട് പറയുന്നു. നമ്മൾ ഏവരെ കണ്ടാലും. അപ്പം മിണ്ടാതെ പോകുന്നിടത്ത് അവനെന്താ നമ്മളെ കണ്ടിട്ട് അറിയാത്ത പാവം, അവൻ്റെ പാവം കണ്ടില്ലേ? അതുകൊണ്ട് ഇത് കേൾക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചിന്തിച്ചാലും പ്രൈസ് ദി ലോർഡ് ഇവിടെ പറയുന്നത്. അപ്പോൾ വചനം വിരോധമായി നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങി. തുടക്കത്തിൽ തന്നെ പിശാച് കളിച്ചു. അപ്പോൾ ഇവിടെ പറയുന്ന ഡു നോട്ട് ടേക്ക് എ പേഴ്സ്. ഒരു പേഴ്സും എടുക്കരുത്, പൈസ ഒന്നും കയ്യിലെടുക്കേണ്ട കാര്യമില്ല. ഇന്നലെ വരുന്നത്തെ വാർത്തയിൽ കടന്ന് ഒരു പെണ്ണ് 250 രൂപയേ ഉള്ളൂ, വീട്ടിൽ നിന്ന് ഒരു സൈക്കിളുമായിട്ട് ഇറങ്ങി. അതായത് കന്യാകുമാരി മുതലും കാസർഗോഡ് വരെ എന്തോ ലോകത്തിന് അറിയിക്കാൻ വേണ്ടി. അപ്പോൾ അതേ കണക്ക് ആകെ 250 രൂപയേ ഉള്ളൂ. എന്നിട്ട് ആ പെണ്ണെന്ത് ചെയ്ത് വഴിയിലൊക്കെ കൈ കാണിക്കും. ഏതെങ്കിലും കാറ് ലിഫ്റ്റ് എങ്ങോട്ട് പോകണമെന്ന് ആ പട്ടണം വരെ, അതുവരെ കൊണ്ട് തന്നെ ആക്കും എന്ന് പറഞ്ഞിട്ട് ആ പട്ടണത്തിൽ കയറി പോകണം. ടി വിയിൽ കാണിച്ചത്. അപ്പോൾ ആരുടെ അടുത്തും വന്ദനം ചെയ്യരുത്. എന്നിട്ട് പേഴ്സ് എടുക്കരുത്, ബാഗ് എടുക്കരുത്, സാൻഡിൽ ചെരുപ്പും എടുക്കരുത്. അയ്യോ, ഇതെല്ലാം എടുക്കാതെ എങ്ങനെ പോകുന്നത്? അപ്പോൾ നമ്മൾ എന്ത് ധൈര്യമുണ്ട്? പൈസ ഇല്ല, വിശന്ന് എന്തെങ്കിലും കഴിക്കണമെങ്കിലും. അപ്പോൾ വിശന്ന് വന്നാൽ നമ്മളെന്ത് ചെയ്യും? വല്ല ഹോട്ടലിൻ്റെ ചായ അടിക്കുന്ന കൗണ്ടറിൽ നിന്ന് അയാൾ വെള്ളം എടുത്ത് കളയുന്നിടത്ത് വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. സിനിമയിലൊക്കെ കണ്ടിരുന്നു. KFC-കാർ മിച്ചം വന്നാൽ അവർ കളയത്തേ ഉള്ളൂ, കൊടുക്കത്തില്ല. അഞ്ചാമത്തെ ഇത്, വെൻ യു എൻ്റർ എ ഹൗസ്. നീ ഒരു ഭവനത്തിൽ കയറുമ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ആദ്യം പറയേണ്ടത് എന്താണ്? ഈ ഭവനത്തിൽ സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആദ്യം പറയേണ്ടത്. നമ്മളോ എന്തുണ്ട്, സുഖമാണ്, വല്ലതും കഴിച്ചോ? ഇല്ല. വാ വാ വാ. ആദ്യം ഒന്നും കേൾക്കണ്ട, സമാധാനവും പറയേണ്ട കാര്യമൊന്നുമില്ല. ആദ്യമേ കൊണ്ടുപോയി ടാങ്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത സെൻറ്റൻസ് തുടങ്ങുന്നത് വന്നിരിക്കും കഴിക്കുക. നിങ്ങൾ പോകേണ്ട സമയമായില്ലേ? കാരണം വൈകുന്നേരത്തിന് മുമ്പ് അവിടെ എത്തണ്ടേ പറഞ്ഞിട്ട്. അവർ വന്ന് പറയാനും സമ്മതിച്ചില്ല. നമ്മൾ പറയാനുള്ളത് നമ്മളും പറഞ്ഞില്ല. നമ്മൾ അങ്ങ് തൃപ്തിയായിട്ടിരിക്കുകയാണ്. വന്നപ്പോൾ കുടിക്കാനും കൊടുത്ത് കഴിക്കാനും കൊടുത്തു. അതെ, അവർ വന്നൊരു വിഷയമുണ്ട്, ആ വിഷയം ചോദിച്ചോ. അല്ലെങ്കിൽ അവർ വന്നപ്പോൾ ഒരു അവസരം കിട്ടി നമുക്ക് സാക്ഷ്യം പറയാൻ വേണ്ടി, അത് നമ്മൾ ചെയ്തു. അതൊന്നും ചെയ്തില്ല. എന്നിട്ട് ഇവിടെ പറയുന്നു, ഫസ്റ്റ് സേ പീസ് ടു ദിസ് ഹൗസ്. ഈ ഭവനത്തിൽ സമാധാനമുണ്ട് വരട്ടെ എന്ന്. ഇഫ് സമ്മൺ ഹൂ പ്രൊമോട്ട്സ് പീസ്, യുവർ പീസ് വിൽ റെസ്റ്റ് ഓൺ ദം. ആരെങ്കിലും നമ്മൾ ആ മലയാളം വായിച്ചേ 6-ാമത്തെ അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ, ഉണ്ടാവുമെന്ന് പറയുന്നില്ല. അവിടെ ആരെങ്കിലും ഒരാൾ, നമ്മൾ 9 പേരിൽ ഒരാളെങ്കിലും സമാധാന പുത്രനായിട്ട് ഉള്ളവനാണെങ്കിൽ, സമാധാന പ്രിയനാണെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ സമാധാനം, ആ ബ്ലെസ്സിങ് ആ വ്യക്തിയിൽ വസിക്കും. ഇല്ലെങ്കിലോ, അങ്ങനെ ആരുമില്ലെങ്കിൽ അത് തിരിച്ച് മടങ്ങി നമ്മുടെ അടുത്ത് തന്നെ വരും. അത് നോക്കണേ, നമ്മൾ അങ്ങോട്ട് കൊടുക്കാമെന്ന് ദൈവം പറഞ്ഞ അനുസരിച്ച് നമ്മൾ അവിടെ ചെന്നിട്ട് ഇത് പറഞ്ഞു.
അവിടെ ആരുമില്ലെങ്കിൽ അത് തിരിച്ച് നമ്മുടെ അടുത്ത് തന്നെ വരും. അതുകൊണ്ടാണ് ചില വീട്ടിലൊക്കെ നമ്മൾ പോയിട്ട് തിരിച്ച് ഇറങ്ങാൻ നേരത്ത് നമുക്കൊരു തൃപ്തി ഇല്ലാത്ത വിധത്തിലാണ് ഇറങ്ങി പോകുന്നത്. ആഹാരം കഴിച്ച് കാണും, വെള്ളം കുടിച്ച് കാണും, എന്നാലും ഒരു 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 രസമില്ല. ചില വീട്ടിൽ ചെല്ലുമ്പോൾ ആഹാരം അതനുസരിച്ച് തന്നുമില്ല, ഒന്നും ചെയ്തില്ല, പക്ഷെ എന്തോ ഒരു സന്തോഷം. അപ്പോൾ ആ വ്യത്യാസമാണ്. സമാധാനം നമ്മൾ കൊടുത്തപ്പോൾ അവരത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവർ സ്വീകരിച്ചില്ലെങ്കിൽ അത് തിരിച്ച് നമ്മുടെ അടുത്ത് തന്നെ വരും. അപ്പോൾ അതാണ്. അപ്പോൾ ദൈവം ഇത്ര കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ നടക്കുന്നുണ്ടോ, നടക്കുന്നുണ്ട്. എനിക്ക് രുചിച്ചിട്ടുണ്ട്. നമ്മളെവിടെ ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് പോയിട്ട് വന്നിരുന്നപ്പോൾ അവിടെ അവർ ചോറ് മാത്രം വേവിച്ച് വെച്ച്, നമ്മൾ രണ്ടുപേരും കൂടെ ചെന്ന് നിരുന്നപ്പോൾ അവർക്ക് എന്തോ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്ക് തന്നേ പറ്റൂ. നിർബന്ധപൂർവ്വം നമ്മളെ പിടിച്ചവിടെ നിർത്തി അവർ ഓടിപ്പോയി ഒരു മുട്ട അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചു, ഒരു ഉള്ളി എന്തോ അവിടെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടി ചതച്ചെടുത്തിട്ട് ഒരു ഓംപ്ലേറ്റൊക്കെ ചെയ്തിട്ട് ഒരു ചമ്മന്തി അരച്ചെന്ന് തോന്നുന്നു. അരച്ച് പെട്ടെന്ന് ചോറും ചമ്മന്തി ആ മുട്ട, എന്ത് ടേസ്റ്റായിരുന്നത്. അതും ഒരു കുടിൽ കണക്കത്തെ വീട്, ആ വയലും വെള്ളവും ഒക്കെ കിടക്കുന്ന എല്ലായിടത്തും. അടുത്ത് എന്ത് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ വേണ്ടെന്ന് അവർക്ക് തന്നെ അല്ല, അവരുടെ ഫുഡ് അവരിങ്ങോട്ട് തരാണ്. ആ ചോറ് അത്ര പേര്, അവർ അപ്പനും അമ്മയും ഒരു കൊച്ചുബന്ധനം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ആ രംഗങ്ങളൊക്കെ. അതെന്ത് ടേസ്റ്റായിരുന്നു. സ്റ്റേ ദ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് വാട്ട് എവർ ദ ഗീവ്. അവിടെ തന്നെ തങ്ങണം. എന്തിന്? അവർ തരുന്നതും കുടിക്കുന്നതും ഒക്കെ അവരെന്ത് തരുന്നോ അത് ചെയ്തോളാം. അവരെന്ത് തന്നാലും കഴിച്ചോ, എന്ത് കുടിക്കാൻ തന്നാലും കുടിച്ചോളാം, അവരെ തന്നെ തങ്ങിക്കൊള്ളാൻ. സ്റ്റേ ദ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് വാട്ട് എവർ ദേ ഗീവ് യു, ഫോർ ദ വർക്കർ ഡിസേർവ്സ് ഹിസ് വേജസ്. കാരണം എന്തെന്നറിയാം, നമ്മളത് ചുമ്മാ വാങ്ങിക്കുന്നതല്ല, നമ്മൾ ജോലിക്ക് വേണ്ടി അധ്വാനിക്കുന്നത് കൊണ്ട് അവന് കൂലിക്ക് യോഗ്യനാണെന്ന്. അപ്പോൾ നമ്മൾ സുവിശേഷം പറയാനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ അവിടെ പോയത് സുവിശേഷം പറയാനാണ്. അപ്പോൾ അവന് കൂലിക്ക് യോഗ്യനാണ്. അപ്പോൾ ഇവിടെ കൂലി എന്താണ്? 5000 രൂപയും 4000 രൂപയും ഒന്നുമല്ല. ആഹാരം എന്ത് തന്നാലും കഴിച്ചോളാൻ പറയും, കുടിക്കാൻ എന്ത് തന്നാലും കഴിച്ചോളാൻ പറയും. ഫോർ ദ വർക്കർ ഡിസേർവ്സ് ഹിസ് വേജസ്, ഡു നോട്ട് മൂവ് അറൗണ്ട് ഫ്രം ഹൗസ് ടു ഹൗസ്. വീടാൻ തോറും കയറി ഇറങ്ങരുത്. അതാണ് രസം. നമ്മളാണെങ്കിൽ വീടാൻ തോറും കയറിയിരുന്നു. കാലത്തെ ഒരു സ്ഥലത്ത് നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അവിടെ ലെക്ചറടിച്ച് തീർന്നിട്ട് 11:30 മണിയാകുമ്പോൾ ചാടി ഇറങ്ങും. അടുത്ത ബംഗ്ലാവിൽ തിരക്കി പിടിക്കും, അവിടെ ചെന്നതിന് ഉച്ചയ്ക്ക് ലഞ്ചായി. അവിടെ നിന്ന് തിരക്കി പിടിച്ചിട്ട് ഇടയ്ക്ക് പോയിട്ട് ഒരു 3 മണിയാകുമ്പോൾ പാഴ്സനേജിൽ അല്ലെങ്കിൽ വീട്ടിലെത്തി. പിള്ളേർ സ്കൂൾ വിട്ട് വരും, അവർക്ക് വന്നിട്ട് അവർക്ക് ചായ എല്ലാം കൊടുത്തിട്ട് പിന്നെയും ഇറങ്ങും. പിള്ളേരുമായിട്ട് ഇറങ്ങി തരുന്നതിന് അവിടെ ഡിന്നറും കൂടെ കഴിഞ്ഞിട്ട് തിരിച്ചു വരും. വീടാൻ തോറും ഇറങ്ങരുത്. ഡു നോട്ട് മൂവ് അറൗണ്ട് ഫ്രം ഹൗസ് ടു ഹൗസ്. മലയാളം ഒന്നുകൂടെ വായിച്ചേ, തറപ്പിച്ച് വായിച്ചേ. വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറി മാറി പോകരുത്. ഇതൊന്നും ആർക്കും മനസ്സിലാകത്തില്ലേ? അപ്പോൾ വീട്ടിൽ നിന്ന് വീടാൻ തോറ് പോകരുത്. 8ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. വെൻ യു എൻ്റർ എ ടൗൺ ആൻഡ് എ വെൽക്കം. നിങ്ങൾ ഒരു പട്ടണത്തിലുണ്ട് ആണ് എൻ്റർ ചെയ്തത്. എൻ്റർ ചെയ്യുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കുന്നുവെങ്കിൽ ഈറ്റ് വാട്ട് ഈസ് ഓഫർ ടു യു. അവർ തരുന്നത് എന്തായാലും കടിച്ചോളാൻ. അപ്പോൾ നമ്മൾ അവരെ ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ ആ ഒരു പട്ടണം നമ്മളെ സ്വീകരിക്കുകയാണെങ്കിൽ അവർ എന്ത് നമുക്ക് തരുന്നു അത് കഴിച്ചോളാൻ. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഇതെല്ലാം നമ്മൾ ചെയ്ത് നമുക്കൊരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷ ഉള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അത്രയും. 9ാമത്തെ, ഹീൽ ദ സിക്ക്. രോഗികളെ സൗഖ്യമാക്കാനാണ് പറയുന്നത്. അപ്പോൾ ആ കൃപ ഇല്ലെങ്കിലോ? കൃപ ഉള്ളവരെ കർത്താവ് 72 എണ്ണത്തിൻ്റെ ലിസ്റ്റിൽ എണ്ണപ്പെടുള്ളൂ. കാരണം ആ ആത്മാവുള്ളവർ, ഞാൻ എപ്പോഴും പഠിപ്പിക്കാനത് പറയുന്നത്, പരിശുദ്ധാത്മാവിന് മറ്റൊരു കാര്യസ്ഥനെ പ്രാപിച്ചതിന് ശേഷം പരിശുദ്ധാത്മാവ് പ്രാപിച്ചെന്ന് പറയുന്നു.
പിന്നീട് അടുത്ത ഒരു ഭാഗത്ത് പറയുന്നു പരിശുദ്ധാത്മാവും പ്രാപിച്ചു, അവർ അന്യഭാഷയും സംസാരിച്ചു. പിന്നെ ഒരു സ്ഥലത്ത് പറയുന്നത് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് അന്യഭാഷയും പ്രാപിച്ചു, കൃപാവരങ്ങളും പ്രാപിച്ചു. അപ്പം പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന് ശേഷം ഇതൊക്കെ വരുള്ളൂ. മറ്റൊരു കാര്യസ്ഥനെ സ്വീകരിക്കുന്നവരെ നിങ്ങൾ ഒരിടത്തും പോകരുത്. അതുവരെ വെയിറ്റ് ചെയ്ത് ആ കാര്യസ്ഥനെ പ്രാപിച്ചതിന് ശേഷം ആ കാര്യസ്ഥൻ നിങ്ങളെ നല്ലതും തീയതും ഒക്കെ തിരിച്ച് തരും. അത് വഴികൾ ഒരുക്കി തരും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? അങ്ങനെയുള്ളവരിലാണ് 72 പേരെ തിരഞ്ഞെടുത്തത്. കർത്താവ് മുൻകൂട്ടിയെ ഈ രണ്ട് പേരെ പറഞ്ഞു വിട്ടു. എന്നിട്ട് അവർക്ക് ഈ കൃപകളും കൂടെ ഉണ്ട്. ഒരാൾക്ക് അന്യഭാഷയുള്ള കൃപയുണ്ട്, ഒരാൾക്ക് പ്രവചന കൃപയുണ്ട്, ഒരാൾക്ക് രോഗികളുടെ കൃപയുണ്ട്, ഒരാൾക്ക് നോളജിൻ്റെ കൃപയുണ്ട്, ഒരാൾക്ക് വ്യാഖ്യാന കൃപയുണ്ട്. അതൊരു രസമുണ്ട്. രണ്ടുപേരെ വിടുമ്പോഴാണ് ഒരാൾ അന്യഭാഷ പറയുമ്പോൾ അതിൽ കൂടെ വിട്ട ആൾ ആരാണെന്ന് വ്യാഖ്യാന കൃപ ഉള്ളതാണ്. ഇയാൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കും, കൂടെ ആൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കും. രോഗസൗഖ്യമുള്ള പ്രാർത്ഥിച്ച് തീരുമ്പോൾ അത് അവിടെ വിഴയോ ഇത് വരുമ്പോൾ കൂടെ ഉള്ള ആൾ ആ രോഗിയെ പിടിച്ച് നേരെ ഇരുത്തും. അതുവരെ എണീക്കാൻ വയ്യാതെ ഇരുന്ന ആൾ എണീറ്റ്. അപ്പോൾ ഇങ്ങനെ കൃപ ഉള്ളവരിലാണ് 72 പേരെ തിരഞ്ഞെടുത്ത് വിടുന്നത്. എന്നിട്ട് ആൻഡ് ടെൽ ദം ഹീൽ ദ സിക്ക് ഹൂ ആർ ദർ ആൻഡ് ടെൽ ദം, അവിടെ പോണ പട്ടണത്തിലുള്ള രോഗികളെ നിങ്ങൾ സൗഖ്യമാക്കിയിട്ട് അവരെടുത്ത് പറയേണ്ടത് എന്താണ്? വേറെ ഒന്നും പറയണ്ട. ദൈവത്തിൻ്റെ രാജ്യം അടുത്തിരിക്കുന്നു, ഏത് സമയത്തും വരാം. ഇപ്പോൾ നമ്മൾ കയറി മണിക്കൂർ കണക്ക് പ്രസംഗിക്കുകയൊന്നും വേണ്ട. ആകെ കൂടി അവിടെ രോഗി ഉണ്ടെങ്കിൽ അവിടെ കയറി ചെല്ലുമ്പോൾ നിങ്ങൾ മറ്റേ പെന്തക്കോസുകാരല്ലേ, കൈയടിക്കുന്നവരല്ലേ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ രോഗമൊക്കെ സൗഖ്യമാണെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ ഒരു രോഗിയുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിച്ച് തീർന്നിട്ട് അവിടെ കർത്താവ് ഞങ്ങളെ കൊണ്ട് രോഗിസൗഖ്യം തന്നു എന്ന് പറഞ്ഞ് പ്രസംഗിക്കാനല്ല. അവിടെ ആകെ കൂടി പറഞ്ഞു കർത്താവിൻ്റെ രാജ്യം സമീപിച്ചിരിക്കുന്നു. ഇത്രേ പറയാനുള്ളൂ. കാരണം അതാണ് മെയിൻ. കർത്താവിൻ്റെ സമയമായി, വരാൻ്റെ സമയമായി. അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളാൻ. ദ കിങ്ഡം ഓഫ് ഗോഡ് ഹസ് കം നിയർ ടു യു. നിങ്ങളുടെ അടുത്ത് എത്തിയെന്ന്. നമ്മളിപ്പോഴും ഇങ്ങനെ ഇരിക്കുകയാണ്, കൊറോണ വൈറസ് എപ്പോൾ തീരുമെന്നാണ്. ആരും തിരക്കുന്നില്ല, കർത്താവ് അടുത്ത് എത്തിയോ. ഈ കൊറോണ വൈറസിൻ്റെ കൂടെ ഫസ്റ്റ് ഡോസും കെട്ടി 28 ദിവസം എണ്ണി ഇരുന്നിട്ട് അടുത്ത ഡോസും കെട്ടി പോകുന്നതിനേക്കാളും കർത്താവ് എപ്പോൾ വന്ന് ഞങ്ങളെ കൊണ്ടുപോകും. കർത്താവ് ഫ്ലൈറ്റിലാണ് വരുന്നത്, ഡബിൾ ഡെക്കർ എയർക്രാഫ്റ്റിൽ വരുന്ന മുകളത്തെ നിലയിലാണ് നമ്മൾ ഇരുത്തി കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. കർത്താവ് ഇപ്പോൾ വരും, നമുക്ക് മുകളത്തെ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് അവിടെ കൊണ്ടുപോകും. സ്വർണവും അതൊക്കെ കെട്ടിയിരിക്കുന്ന, ഡയമണ്ടൊക്കെ കെട്ടിയിരിക്കുന്ന കൊട്ടാരത്തിൻ്റെ അകത്തുകൂടെ നമ്മൾ അവിടെയാണ് അനേക വാസസ്ഥലമുണ്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് നമുക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ തപ്പി നടക്കാൻ. നമ്മുടെ ബംഗ്ലാവ് എത്രയായിരിക്കും? ഞാൻ താമസിച്ചത് 1 നില, അവിടെ 2 നില. ഞാൻ താമസിച്ച 2 നില, അവിടെ 3 നില. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന സ്ഥാനത്ത് ഇപ്പോൾ കർത്താവ് അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞു. കർത്താവ് വന്ന് സ്പിരിറ്റിൽ വന്നിട്ട് സ്പിരിറ്റിലുള്ള വ്യക്തികളെ എടുക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് അത് നടക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ തിരിഞ്ഞ് ഇവിടെ നിൽക്കുകയാണ്. കൊറോണ എപ്പോൾ വരും, കൊറോണ എപ്പോൾ പോവും, ഇഞ്ചക്ഷൻ എപ്പോൾ കിട്ടും, ഇഞ്ചക്ഷൻ എപ്പോൾ തീരും. ഇപ്പോൾ എല്ലാവരുടെ ചിന്ത അതാണ്. എന്നിട്ട് ആരും ചിന്തിക്കുന്നില്ല. ബട്ട് വെൻ യു എൻ്റർ എ ടൗൺ ആൻഡ് ആർ നോട്ട് വെൽക്കംഡ്. പക്ഷെ നിങ്ങളൊരു പട്ടണത്തിൽ എത്തുമ്പോൾ, അവിടെ കയറുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിച്ചില്ലെങ്കിൽ എന്താ ചെയ്യണം? അപ്പം നിങ്ങൾ ആ പട്ടണത്തിൽ ചെന്ന് തരും, അവർ നിങ്ങളെ സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ പറ്റിയ പൊടി കുടഞ്ഞു കളയാൻ അവിടെ. അപ്പോൾ ആദ്യം പറഞ്ഞത് ചെരുപ്പും എടുക്കരുതെന്നാണ്. എന്നാലേ കാലിൻ്റെ അടിയിൽ പൊടി പറ്റുള്ളൂ. ചെരുപ്പിൽ പറ്റിയത് അതവിടെ കിടക്കും. കാലിൻ്റെ അടിയിലെ പൊടി അവിടെ തട്ടി കുടഞ്ഞ് കളയണം. നമ്മൾ അതും അനുഭവമുള്ളവരാ. ഇപ്പോൾ അവിടെ മിച്ചം ആരുണ്ട്? ഞാൻ ഇടയ്ക്ക് ആ സ്വപ്നവും കണ്ടു.
ഈ മറ്റേ ജോർജിന് അവരൊക്കെ ഉണ്ട് ആ ഭർത്താവ്. ഞാനൊക്കെ പണ്ട് നമ്മളില്ലായിരുന്നു, ജോർജിനെ കൊണ്ട് കഴക്കൂട്ടത്ത് അമ്മയുടെ അവിടെ കൊണ്ടുവന്നിട്ട് എടുക്കെടുക്കെടുക്ക് വയ്ക്കോ, എന്താ കളിപ്പാട്ടം കണക്കായിരുന്നു അവർക്ക്. ഇവിടെ വയ്ക്കാത്തില്ല, കൊണ്ട് വയ്ക്കോ. അത് നോക്കണേ, സഹോദരനും സഹോദരിയും സഹോദരിമാരുടെ ലോകത്തിൻ്റെ അവസ്ഥ. ആ കാലം എങ്ങനെ മുറിഞ്ഞെന്ന് ആരും ചോദിച്ചുമില്ല, അവരൊട്ടും പറഞ്ഞതുമില്ല. 2 കാലം ഒരേ അളവിൽ മുറിയണമെങ്കിൽ ട്രെയിനിൽ വല്ലതും കൊണ്ട് കാല് വെച്ചായിരിക്കും. ബട്ട് വെൻ യു എൻ്റർ എ ടൗൺ ആൻഡ് ആർ നോട്ട് വെൽക്കംഡ്, ഗോ ഇൻ ടു ദ സ്ട്രീറ്റ് ആൻഡ് സേ. അപ്പോൾ ചവറയിലുള്ളവരിൽ ഇപ്പം മിച്ചം ആരുണ്ട്? മിരാണ്ടയും 2 മക്കളും, 2 പെൺമക്കളാണ്. അത് മാത്രമേ മിച്ചമുള്ളൂ ഈ കുടുംബത്തിൽ. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ക്രൂരന്മാർക്കെല്ലാം ആയുസ് കൂടില്ല. കാരണം അവരെ കൊണ്ട് വീണ്ടും ക്രൂരത ചെയ്യിക്കാൻ വേണ്ടി അവസരം ഒരുക്കുന്നതായിരിക്കും. ബട്ട് വെൻ യു എൻ്റർ എ ടൗൺ ആൻഡ് ആർ നോട്ട് വെൽക്കം, ഗോ ഇൻ ടു ദ സ്ട്രീറ്റ് ആൻഡ് സേ. ആ പട്ടണത്തിൽ ചെന്നിട്ട്, ആ പട്ടണത്തിൻ്റെ തെരുവീതിയിൽ ചെന്നിട്ട് നിങ്ങൾ പറയേണ്ടത് എന്താണ്? ഈവൻ ദ ഡസ്റ്റ് ഓഫ് യുവർ ടൗൺ വി വൈപ്പ് ഫ്രം അവർ ഫീറ്റ് ആസ് എ വാർണിംഗ് ടു യു. അത് കാലിൻ്റെ അടിയിലുള്ള മണ്ണ് നമ്മൾ അവിടെ തട്ടിക്കളയുന്നത് ഒരു വാർണിംഗ് ആണ്. എന്താണ്? യെറ്റ് ബി ഷുവർ ഓഫ് ദിസ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഹസ് കം നിയർ. സ്വർഗരാജ്യം അടുത്ത് കഴിഞ്ഞു, അതിൻ്റെ ഒരു അടയാളമാണ്. ഐ ടെൽ യു, ഇറ്റ് വിൽ ബി മോർ ബെയറബിൾ ഓൺ ദറ്റ് ഡേ ഫോർ സോദം ദാൻ ഫോർ ദ ടൗൺ. ആ മലയാളം വെച്ച 12ാമത്തെ വാക്യം. സോതോംഗമരക്കാർ അന്നേ സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ടാണ് അന്ന് സംഭവിച്ചത്. അതിനേക്കാളും സഹികെട്ടതായിരിക്കും ഇനി നടക്കാൻ പോകണമെന്നാണ് അവിടെ സൂചന തരുന്നത്. അപ്പോൾ ഈ കേൾക്കുന്നൊരു സോതോംഗമരയിൽ എന്താ നടന്നത്? നമ്മൾ വായിച്ചല്ലേ ഉള്ളൂ, നമ്മൾ അനുഭവിച്ചില്ലല്ലോ. അതാണ് നമ്മുടെ എസ്പെഷ്യലി മലയാളികൾ. മറ്റ് ഈ ആഫ്രിക്കക്കാരൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഭയമാണ്. പിന്നെ അവർ കരച്ചിലും ഇതുമൊക്കെയാണ്. പിന്നെ ആ ഗസ്റ്റ് പാസ്റ്റർ വന്നിട്ട് തിരിച്ച് പോണ വരെ അവരുടെ ആ ഇതിലായിരിക്കും. ആ പോയി തരുമ്പോൾ അടുത്ത ഞായറാഴ്ച അവർ വന്നിട്ട് ആ ഗസ്റ്റ് പാസ്റ്റർ ഇല്ലാകുമ്പോൾ അതിനെ പറ്റിയായിരിക്കും പിന്നെ സംസാരിക്കുന്നത്, സാക്ഷ്യം പറയുന്നതും കാര്യങ്ങളൊക്കെ. മലയാളികളാണെങ്കിൽ അവൻ വന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് പോയി. അത് മലയാളികളുടെ എല്ലാം അത് ലോകം ചുറ്റുമ്പോൾ അറിയാൻ പറ്റും ആ വ്യത്യാസങ്ങൾ. മലയാളികളുടെ ആറ്റിറ്റ്യൂഡും ആഫ്രിക്കക്കാരുടെ ആറ്റിറ്റ്യൂഡും മറ്റ് രാജ്യക്കാരുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ മറ്റൊരറിയാതെ അവർ ചെയ്യുന്നത്. Kingdom of God has come near. I tell you, it will be more bearable on that day for the Sodom than for that town. 13ാമത്തെ വാക്യം. ഓ ടു യു. ആ 13 വായിച്ച. അവിടെ 5-6 സ്ഥലം പറഞ്ഞു. കളമശ്ശേരി അയ്യോ കഷ്ടം, അങ്കമാലി അയ്യോ കഷ്ടം, കോട്ടയം അയ്യോ കഷ്ടം. നിങ്ങളുടെ അടുത്ത് നിന്നിരുന്ന അത്ഭുതവും അടയാളവും ആ ദൂതുകളൊക്കെ പറഞ്ഞതൊക്കെ അവർ കേട്ടിരുന്നെങ്കിൽ അവർ എന്നേ രക്ഷപ്പെടുമായിരുന്നു. നമ്മളോ ഇപ്പോഴും ഇരിപ്പുണ്ട് അല്ലേ? ഞാൻ വായിക്കുന്നില്ല, അത് ഇവിടെ ഇങ്ങനെ. ഐ ടെൽ യു, വോ ടു യു സീറോൻസ്, വോ ടു യു ബെത്സദ. അവിടെയാണ് കൊളക്കരയിൽ നിന്ന് ഒരുത്തനെ വിളിച്ചുകൊണ്ട് നിന്നു. 38 വർഷം കൊണ്ട്. ഞാൻ എണീക്കുമ്പോൾ ആരോ ചാടുന്നു, ഞാൻ പിന്നെ എണീക്കുമ്പോൾ അതിന് മുമ്പ് ആരോ ചാടുന്നു. എന്നെ കൊണ്ട് ഒക്കുന്നില്ല. ഞാനും എണീറ്റ് പറഞ്ഞു, 38 വർഷമായി ഞാൻ സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞു. അത് ആ വചനം എവിടെ നിന്ന് കിട്ടിയോ, എങ്ങനെ കിട്ടിയോ എന്താ. ഞാനിരുന്നിട്ട് എന്നിട്ട് കർത്താവ് പറയുന്നത്, നീ എന്തിനാ അതിനും ദൂതൻ വന്നും വെള്ളം കലക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. വെള്ളം കലക്കുന്ന സമയത്ത് ഇവൻ എണീച്ചടക്കാൻ വയ്യാത്തവൻ ചാടി എണീറ്റ് പിടിച്ച് അവിടെ ഒരു ഒരുത്തൻ ചാടി കഴിഞ്ഞു. അത് എന്തൊക്കെ സർക്കസുകളാണ് ആ ദൈവം ചെയ്തു വെച്ചിരിക്കുന്നത്. ദൂതം വന്ന് കലക്കുമ്പോൾ ആദ്യം ചാടുന്നുണ്ട്. എത്രയോ പേര് അവിടെ നിൽപ്പുണ്ട്.
എല്ലാവരും ഒരു 10 പേര് ചാടിക്കാണും. അതിൽ ആദ്യം വന്ന് വെള്ളം തോണ്ടുന്നവനാണ് ആദ്യം ചാട്ടക്കാരൻ. അന്നും മത്സരം. ഓ നമ്മുടെ ഇവിടെ 7 മണിക്കുള്ള പ്രോഗ്രാം എന്താ? ബിഗ് ബോസിൽ എന്താണെന്നൊന്നും അറിഞ്ഞോടാ. ആൾക്കാർ വന്ന് അവിടെ ഇരിപ്പുണ്ട്. ഓരോരുത്തർ ഓരോ ഇതും കൊടുത്തിട്ട് അവരതെടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. കപടത്തിൻ്റെ ചിന്ത. എന്നിട്ട് പറയുന്നത് എവിടെ വായിച്ചത്? But it will be more bearable for Tyre and Sidon at the judgment than for you. ജഡ്ജ്മെൻറ്റ് അവസാന കാലത്ത് പുസ്തകം തുറന്ന് വയ്ക്കുമ്പോൾ വിധിക്കുന്ന സമയത്ത് നീ സ്വർഗത്തിൽ കയറണോ നരകത്തിലോട്ട് വിടണോ എന്ന് പറയുന്ന സമയത്ത് അന്ന് നിങ്ങളെക്കാളും വിട്ടുവീഴ്ച ഇവർക്ക് കൊടുക്കുമെന്നാണ്. നമ്മൾ അവർ സ്വതം ആളുടെ നശിപ്പിച്ച അത് ദൈവം നശിപ്പിച്ചല്ല, അപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ. പക്ഷേ കർത്താവ് പറയുന്നത് ഇപ്പോൾ ഉള്ളവരുടെ കാര്യം പറയുന്നത്, അവരെക്കാളും ഇവർക്ക് ചാൻസ് കൂടുതല. എന്നിട്ട് ആൻഡ് യു ജഡ്ജ്മെൻറ്റ് ദെൻ ഫോർ യു ആൻഡ് യു കബർനം വിൽ യു ബി ലിഫ്റ്റഡ് ടു ദ ഹെവൻ. 15ാമത്തെ വാക്യം വായിച്ചേ. സ്വർഗത്തോളം നീ ഉയർന്നിരിക്കുമോ? അതോ ഇല്ല, യു വിൽ ഗോ ഡൗൺ ടു ഹേഡ്സ്, പാതാളത്തോട് താന്നു പോവും. ഇല്ല എന്നതിലുണ്ട്. ഇവിടെ നോ, യു വിൽ ഗോ ഡൗൺ ടു ദ ഹേഡ്സ്. വിൽ യു ബി ലിഫ്റ്റഡ് ടു ദ ഹെവൻ, ഇവിടെയും ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. കർത്താവ് ആദ്യമേ ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഈ ക്വസ്റ്റ്യൻ മാർക്കും ഈ നോയും ഒക്കെ അതിൽ കാണത്തില്ല. അതിനുവേണ്ടി നേരത്തെ കുട്ടി എനിക്ക് തന്നിരിക്കുക. ഹൂ ലിസൺസ് ടു യു ലിസൺസ് ടു മീ. ആരെല്ലാം നിങ്ങളുടെ അടുത്ത് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുവെങ്കിൽ സ്വീകരിക്കുന്നുവെങ്കിൽ അവർ എന്നെ സ്വീകരിക്കുന്നു. അത് നോക്കണേ. ദൈവം നമ്മളെ 72 പേരെ നിശ്ചയിച്ച് വന്ന് തീരുന്നു. നമ്മൾ ഈ പട്ടണത്തിൽ പോയി നമ്മൾ സംസാരിക്കുന്നത് അവരതനുസരിച്ച് കേൾക്കുകയാണെങ്കിൽ അവർ എന്നെ അല്ല കേൾക്കുന്നത്, യേശു പറഞ്ഞു വിട്ട് യേശുവിനെയാണ് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ പോയി കോട്ടയത്തൊക്കെ പോയി അവരുടെ അടുത്തൊക്കെ പോയി സുവിശേഷം പറയുമ്പോൾ അവർ എന്നെ അല്ല കേൾക്കുന്നത്. നമ്മൾ വചനം സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് അവരിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് അവർ കേൾക്കുന്നതെന്നാണ്. നമ്മൾ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് വന്നു, അതങ്ങനെ നടന്നു. നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്ത് വിട്ടു. പറയാനുള്ളത് പറയാൻ പറഞ്ഞു. കർത്താവിൻ്റെ വരവ് അടുക്കാറായി. ഹൂ ലിസൺസ് ടു യു ലിസൺസ് ടു മീ, ഹൂ റിജക്ട്സ് യു. ആരെങ്കിലും നിങ്ങളെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ റിജക്ട്സ് മീ, അവർ എന്നെയും റിജക്റ്റ് ചെയ്യുന്നതാണ്. ബട്ട് ഹൂ റിജക്ട്സ് മീ റിജക്ട്സ് ഹിം ഹൂ സെൻഡ് മീ. എന്നെ ആര് റിജക്റ്റ് ചെയ്യുന്നോ എന്നെ അയച്ചവനെ റിജക്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പിതാവിനെ റിജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളൊരു സ്ഥലത്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരത് എടുക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ നമുക്കാ സങ്കടം വരേണ്ടത്, കണ്ണുനീര് നമുക്കാണ് വരേണ്ടത്. കാരണം നമുക്കറിയാം ഈ മർമ്മം എന്താണെന്ന്. നമ്മൾ പറഞ്ഞപ്പോൾ അവർ സ്വീകരിക്കുന്നില്ല. അപ്പോൾ യേശുവിനെ സ്വീകരിക്കുന്നില്ല. യേശുവിനെ സ്വീകരിക്കാത്തത് കൊണ്ട് ആരെ സ്വീകരിക്കുന്നില്ല? പിതാവായ ദൈവത്തിനെ സ്വീകരിക്കുന്നില്ല. ആ മറം നമ്മൾ മനസ്സിലായി തരുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണുനീര് വരും. അവർ ചോദിക്കും, നിങ്ങളെന്തിനാ കരയുന്നത്? നിങ്ങൾ സ്വീകരിച്ചില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ എടുത്തില്ല, അതുകൊണ്ട് നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചില്ല. ഇതൊക്കെ പറയുമ്പോൾ അവർ, നീ ആരടാ, നീ പറയുന്നത് ഞാൻ എടുത്തില്ല, ഉടനെ യേശുവിനെയൊക്കെ ഞങ്ങളെടുത്തു. അല്ല, യേശു പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ വന്നത്. 72 തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ ഞാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അതിൽ 2 പേര് വീതം ഓരോ സ്ഥലത്ത് വിട്ടു. അങ്ങനെ ഞാനും അവിടെ വന്നു. അപ്പോൾ ഇങ്ങനെ വന്നെടുത്ത് ഞാൻ ഇത് പറയുമ്പോൾ അത് ഞാനല്ല പറയുന്നത്, അത് യേശു പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ ഈ പറഞ്ഞിട്ട് വരുന്നത്. അല്ലെങ്കിൽ എനിക്കിന്ന് വരേണ്ട കാര്യമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ ദിവസം അതാണിത്. 72 റിട്ടേൺഡ് വിത്ത് ജോയ് ആൻഡ് സേഡ്. അടുത്ത വാക്യം 17. ആ 72
സന്തോഷകരമായിട്ട് മടങ്ങി വന്നു. ലോർഡ് എന്നിട്ട് പറഞ്ഞത് എന്താണ്? അവർക്ക് ഈ കൃപ ഉണ്ടെന്ന് അവരറിഞ്ഞില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എനിക്കും അറിഞ്ഞൂടായിരുന്നു. അവർക്ക് കൃപ ഉണ്ടെന്ന് അവരറിഞ്ഞില്ല. പക്ഷെ പോയയിടത്തിൽ കർത്താവ് എങ്ങനെ പറഞ്ഞു അത് കണക്ക് അവർ ചെയ്തപ്പോൾ അവരിൽ എന്താ പറയുന്നത്? The 72 returned with joy and said, Lord, even the demons submit to us in your name. ആ ദുരാത്മാക്കളും എല്ലാം ഞങ്ങളുടെ ഫ്രണ്ടിൽ കമന്നടിച്ച് വീണ് സമ്മതിച്ചു, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ എത്ര കൃത്യമായിട്ട് പിശാച് വരെ അവിടെ കമന്നടിച്ച് വീണു. ഇതെല്ലാം കണ്ട് രുചിച്ചറിഞ്ഞപ്പോൾ അവർക്ക് ഇതുവരെ നടക്കാത്ത ഒരു കാര്യമായിരുന്നു. അവർ സന്തോഷകരമായിട്ട് ഓടി വന്ന് കർത്താവിൻ്റെ അടുത്ത് സാക്ഷ്യം പറയാണ്. ഞങ്ങൾ ചെന്നപ്പോൾ ഇതിങ്ങനെ നടന്നു. അവിടെ ചെന്ന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള ഒരു പിശാചികളൊക്കെ വന്നിട്ട് അവിടെ വന്ന് കമന്നടിച്ച് വീണു. വേറെ സ്ഥലത്ത് വന്നിരുന്ന ഒരു 5-6 അവിടെ മറിഞ്ഞടിച്ച് വീഴുന്നുണ്ട്. അപ്പോൾ സന്തോഷം കൊണ്ടാണ് ഈ 72 പേരും തിരിച്ചു വന്നത്. പക്ഷെ അവരറിയുന്നില്ല, കർത്താവിന് ഇതെല്ലാം അറിയാമായിരുന്നു. അങ്ങനെ തന്നെ ഈ 72 എണ്ണത്തിനും തിരഞ്ഞെടുത്തു. അന്ന് 12 പേരെ തിരഞ്ഞെടുത്തപ്പോൾ ഒറ്റ കൊടുക്കുന്നവർ തന്നെ ഉണ്ടെന്നും കർത്താവിനറിയാം. കാരണം അത് സംഭവിക്കാൻ വേണ്ടി ഈ കൂട്ടത്തിലുള്ള ആളാവണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അടുത്തും പറയുന്നത്, തിരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ നമ്മളും ഉണ്ടോ? 72 എണ്ണം തിരഞ്ഞെടുത്തതിൽ നമ്മളുണ്ടോ? ഈ 2 പേരെ വീതം പറഞ്ഞു വിട്ട കൂട്ടത്തിൽ ഞാനുണ്ടോ? അവിടെ കർത്താവ് പറഞ്ഞ അനുസരിച്ച് വിടുതലുകളിൽ രോഗി സൗഖ്യങ്ങളൊക്കെ നടന്നോ? നമ്മൾ ആദ്യം വായിച്ചപ്പോൾ എന്തുവാ? അവിടെ പോയി രോഗികളുണ്ടെങ്കിൽ അവർക്ക് സൗഖ്യം കൊടുക്കുക. പക്ഷെ തിരിച്ചു വന്നത് പറഞ്ഞത് എന്താണ്? പിശാച് വന്ന് വീഴുന്നത് വരെ അവർ കണ്ടു. അപ്പോൾ എല്ലാ കൃപാവരങ്ങളും അവിടെ നടന്നു. അങ്ങനെ ആ തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ 72 നമ്മൾ പെടണം. തിരഞ്ഞെടുത്ത് ഓരോ സ്ഥലത്ത് വിടുന്ന 2 പേരിലും നമ്മൾ പെടണം. ആ സ്ഥലത്ത് പോയി നമ്മൾ കൈവയ്പിനാൽ ഇതെല്ലാം ഇവിടെ സംഭവിക്കണം. സന്തോഷകരമായിട്ട് കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് സാക്ഷ്യം പറയാൻ പറ്റും. ഞാൻ എപ്പോഴും പറയും, ചെറിയൊരു കാര്യം കിട്ടിയാലും നമ്മൾ നന്ദി പറയാൻ മറക്കരുത് എന്ന് പറയും. ഇവർ തിരിച്ച് മടങ്ങി വന്നിട്ട് അവർ കർത്താവിൻ്റെ അടുത്ത് സാക്ഷ്യം പറഞ്ഞു. ആ കൂട്ടത്തിൽ നമ്മളും പെടാൻ വേണ്ടി കർത്താവിൻ്റെ അടുത്ത് യാചനയോടുകൂടി കാത്തിരുന്നിട്ട്, കർത്താവേ ആ 72 എന്നെയും ഉൾപ്പെടുത്തണം എന്ന് ദിനം പ്രതി നിമിഷം പ്രതി നമ്മൾ കർത്താവുമായിട്ട് ആ കണക്ഷനിൽ തന്നെ ഇരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അടുത്ത് ഇന്നത്തെ ദിവസം പറയുന്നു. സ്തോത്രം. പാട്ടുപാടാം. Avinai,
യേശു എനിക്ക് നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ കേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. എന്റെ യേശു എനിക്ക് നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ലൂക്കോസ് സുവിശേഷം തന്നെ 14-ാം അധ്യായം 33-ാം വാക്യം. ലൂക്കോസ് സുവിശേഷം 14-33. അങ്ങനെ തന്നെ നിങ്ങളാരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുകളയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. കർത്താവ് യേശുക്രിസ്തു വ്യക്തമാക്കി പറയുന്നൊരു ഭാഗമാണ്. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ട് കളയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി നടന്നു പോകുമ്പോൾ അനേക പുരുഷാരം കർത്താവിൻ്റെ പുറകെ പിന്നാലെ വരുന്നുണ്ട്. കർത്താവിൻ്റെ പിന്നാലെ വരുന്നവരോട് കർത്താവിന് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ദൈവരാജ്യത്തെക്കുറിച്ച്. ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് വ്യക്തമാക്കി ഉദാഹരണത്തെ കൂടെ തൻ്റെ ജനത്തിന് പിന്നാലെ വരുന്ന ജനത്തിനോട് അല്ലെങ്കിൽ കർത്താവിൻ്റെ പുറകെ വരുന്നവരോട് കർത്താവിന് പറയാനുള്ളത്, കർത്താവിൻ്റെ പുറകെ വരുന്നവർ കർത്താവ് പറയുന്നത് അനുസരിക്കും, അല്ലെങ്കിൽ കർത്താവ് പറയുന്നത് വിടണം. ഞാൻ എൻ്റെ പുറകെ നിങ്ങൾ വരികയാണെങ്കിൽ, എൻ്റെ പിന്നാലെ നിങ്ങൾ വരികയാണെങ്കിൽ, എൻ്റെ പുറകെ നിങ്ങൾ വെറുതെ വരുന്നവരെ കണക്കാകുകയാണെങ്കിൽ വെറുതെ വന്നിട്ട് പോകുന്നവരെ കണക്കാകും. എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമാണ് കർത്താവ് ആ ഭാഗം വരും. ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായം വായിക്കുമ്പോൾ എല്ലാം ദൈവരാജ്യത്തെക്കുറിച്ചാണ് കർത്താവ് പ്രത്യേകം പറയുന്നത്. എന്നാൽ കർത്താവ് അതിന് പല ഉദാഹരണത്തിൽ കൂടെ എല്ലാം പറഞ്ഞുള്ള വായിച്ചു വരുമ്പോൾ വ്യക്തമാക്കി കാണാൻ കർത്താവ് യേശുക്രിസ്തു ഉദാഹരണത്തിൽ കൂടെ വ്യക്തമാക്കി പറയുക തൻ്റെ ജനത്തോട്, ആ പിന്നാലെ വന്ന ജനത്തോട് പറയുക, ഒരു കല്യാണ സദ്യ ഒരുക്കിയിരിക്കുന്നു. ആ കല്യാണ സദ്യക്ക് ഒരുക്കിയവരെ വിളിക്കാൻ വേണ്ടി ദാസന്മാരെ വിട്ടപ്പോഴും അവരാരും ആ കല്യാണ സദ്യക്ക് വരാൻ സാധിച്ചില്ല. കാരണം എല്ലാവരും ഒരേ ഒഴിവുകൾ പറഞ്ഞ് മടങ്ങിപ്പോവുകയാണ്. അങ്ങനെ ഒഴിവുകൾ പറഞ്ഞ് മടങ്ങിപ്പോകുന്ന ഉദാഹരണം പറഞ്ഞിട്ടും ഈ ജനത്തിന് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് കർത്താവിന് വ്യക്തമാക്കി മനസ്സിലാക്കിയപ്പോൾ ഈ കൂട്ടത്തിലുള്ളവരോട് കർത്താവിന് പറയാനുണ്ട്. എന്നാൽ ഇന്ന് ദൈവവചനം നമുക്ക് തന്നിരിക്കുമ്പോഴും നമ്മുടെ കൂട്ടത്തിലും കർത്താവിന് പറയാനുള്ളത് ഇത് തന്നെയാണ്. ദൈവം ഈ ഭൂമിയിൽ നമ്മളെക്കുറിച്ച് തരുന്നത് ആ അനുഗ്രഹത്തിൻ്റെ പുറകിൽ പോകുന്നതോടൊപ്പം നമ്മൾ കർത്താവ് പറയുന്നത് അനുസരിക്കുന്നുണ്ടോ എന്നും കൂടെ കർത്താവ് ചിന്തിക്കുകയും ഈ രണ്ട് സംഭവത്തിനെ കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അനുഗ്രഹത്തിൻ്റെ പുറകെ പോകുന്ന ഒരു ജനത്തിനെയാണ് കർത്താവ് ഉദാഹരണത്തിൽ കൂടെ പറഞ്ഞത്. കർത്താവ് വിളിച്ച് വേർതിരിച്ചു കൊണ്ടുവന്നപ്പോൾ, കർത്താവിൻ്റെ വരവിനായി ആ കല്യാണ സദ്യ ഒരുക്കി വന്നപ്പോൾ കർത്താവ് ദാസന്മാരെ വിട്ടപ്പോഴും കർത്താവ് നോക്കിയപ്പോൾ അവരെല്ലാവരും പറഞ്ഞു ഒഴിവൊഴികളെന്ന് പറഞ്ഞു. ഒരു റീസൺ പറഞ്ഞു ഒഴികെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ ദൈവരാജ്യത്തിലേക്ക് ഒഴിവുകൾ പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്ന ജനത്തോട് കർത്താവ് ഇത്രയും ഉദാഹരണത്തിൽ കൂടെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴും കർത്താവ് എന്നിട്ട് പറഞ്ഞു, ഈ ഇവരാരും പറഞ്ഞു. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ഈ കല്യാണ സദ്യക്ക് തിരഞ്ഞെടുത്തവരാരും വരാൻ താല്പര്യമില്ല. എന്നാൽ അങ്ങനെ നിൽക്കുന്ന ആ സംഭവം പറഞ്ഞതിന് ശേഷം താൻ തിരിഞ്ഞ് പുരുഷാരത്തോട് അത്രയും നേരം ഇത് പറഞ്ഞുകൊണ്ട് വരികയും കർത്താവ് ഈ ഉദാഹരണം പറഞ്ഞു വരുമ്പോൾ ഇത്രയും പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ് മനസ്സിലാക്കാത്തവരോട് കർത്താവ് നിന്നിട്ട് പിന്നെയും തിരിഞ്ഞിട്ട് നമ്മൾ ആ 25-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വലിയ പുരുഷാരം അവനോട് കൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞതാണ് ഈ ഉദാഹരണം.
ഈ വാക്യം വ്യക്തമാക്കി പറഞ്ഞത്. താൻ ഇത്രയും പേര് കടന്നു വന്നപ്പോൾ 25-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ താൻ ഇത്രയും ഉദാഹരണം പറഞ്ഞിട്ടും ഈ കൂട്ടത്തിൽ അത് അനുസരിക്കാൻ താല്പര്യമില്ലാതെ വെറുതെ എൻ്റെ പുറകെ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, വെറുതെ നിങ്ങൾ എൻ്റെ പുറകെ വരണം. നിങ്ങൾ എൻ്റെ പുറകിൽ വരണമെങ്കിൽ ഞാൻ പറഞ്ഞത് അനുസരിക്കുകയാണെങ്കിൽ മാത്രമേ വന്നിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ ആ വ്യക്തമാക്കി കർത്താവ് അവിടെ ഒരു ഭാഗം പറയുന്നുണ്ട്. 28-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ആ വാക്യം 28-ഉം 29. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്നാൽ തീർക്കുവാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കത്തില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനമേറ്റ ശേഷം തീർക്കാൻ വകയില്ല എന്ന് വന്നേക്കാം. നിങ്ങളിൽ ആരെങ്കിലും ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ അത് തീർപ്പാൻ കഴിയുമോ എന്ന് ആദ്യം ചിന്തിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, അത് തീർക്കാൻ സാധിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പുച്ഛിക്കും. ഇത് വ്യക്തമാക്കി കർത്താവ് ഉദാഹരണം പറയാൻ നമ്മൾ വ്യക്തമാക്കി വചനത്തിൻ്റെ ആഴം മനസ്സിലാക്കണം. നമ്മളൊരു വീട് പണിയുകയോ അല്ലെങ്കിൽ ഒരു കൊട്ടാരം പണിയാൻ തുടങ്ങിയിട്ട് പകുതി വെച്ചിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇത്രയും വലിയ കൊട്ടാരം ആവശ്യമുണ്ടായിരുന്നു എന്ന് ആദ്യം ആൾക്കാർ ചോദിക്കും. അല്ലെങ്കിൽ നിനക്ക് ഉള്ളത് വെച്ച് ചെയ്തുകൂടെ എന്ന് ചോദിക്കും. അപ്പോൾ നിനക്ക് ഉള്ളതിനനുസരിച്ച് ചെയ്യാൻ പറ്റത്തുണ്ടെങ്കിൽ അതല്ലേ പ്ലാൻ ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം നീ വലിയ കൊട്ടാരം പണിതിട്ട് അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ, നീ ഇത്രയും ബന്ധപ്പെട്ട് ഇത്രയും വലിയൊരു കൊട്ടാരം പണിതിട്ട് പകുതി വെച്ചിട്ട് ഇട്ടച്ച് പോയി കഴിഞ്ഞാൽ നിന്നെ എന്ത് ചെയ്യും? ആ 29-ാം വാക്യത്തിൽ അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ലെന്ന് വന്നേക്കാം. എന്താ കാരണം? മറ്റുള്ളവർ നിന്നെ പുച്ഛിക്കും. എന്ന് തീർക്കാൻ വകയുള്ളതെന്ന് കണക്ക് നോക്കുന്നില്ല. അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർക്കുവാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി, തീർക്കുവാനോ വകയില്ല എന്ന് പറഞ്ഞു. കുറച്ചുകൂടെ വ്യക്തമാക്കി കർത്താവ് ഉദാഹരണത്തെക്കൊണ്ട് പറയാം. നമ്മൾ ഈ ഒരു കൊട്ടാരം പണിയാൻ കഴിഞ്ഞിട്ട് അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പുച്ഛിക്കും. വ്യക്തമാക്കി ഈ വചനത്തിൽ കൂടെ കർത്താവിൻ്റെ ആരും ഈ വചനം മനസ്സിലാക്കി തരുന്നത്, കർത്താവിൻ്റെ പുറകെ നടന്നിട്ട് നമ്മൾ കർത്താവിനെ അനുസരിച്ച് പോകാതെ ദൈവത്തിൻ്റെ വരവിൽ ദൈവരാജ്യത്തിൽ നമ്മൾ പോകാതെ വന്നു കഴിഞ്ഞാലും ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ അവസ്ഥ. കർത്താവ് നമ്മളെ വേർതിരിച്ച് കർത്താവിന് പിന്നാലെ പുറപ്പെട്ടു എന്നെല്ലാം പറഞ്ഞിട്ടും ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ആകാതെ, കർത്താവ് പറയുന്ന പോലെ നമ്മൾ വിടാതെ, ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആകാതെ ഇരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ പുച്ഛിക്കാനിടയാണ്. ദൈവം കർത്താവ് യേശുക്രിസ്തു വരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കർത്താവിൽ നിന്ന് വന്നിട്ട് നമ്മൾ പോയില്ലെങ്കിലും ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി കർത്താവ് വ്യക്തമാക്കി വാണിംഗ് ആയിട്ട് തരികയാണ്. ആ പുരുഷാരം എൻ്റെ പിന്നാലെ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത്രയും വലിയ ഗോപുരം പണിത് തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ പുച്ഛിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? ആദ്യം ഇത് തീർക്കാൻ പറ്റുമോ എന്ന് ആദ്യം നമ്മൾ അന്വേഷിക്കും. എന്നതിന് ശേഷം മാത്രമേ നമ്മളൊരു ഗോപുരം പണിയുള്ളൂ. അതോടൊപ്പം തന്നെ കർത്താവ് വേറെ ഒരു ചെറിയൊരു ഉദാഹരണങ്ങളോടെ പറഞ്ഞു. ഒരു യുദ്ധത്തിന് പുറപ്പെടുന്ന മുമ്പേ ആദ്യം നോക്കും, അവിടെ എത്ര ആൾക്കാരുണ്ട്, ഇവിടെ എത്ര ആൾക്കാരുണ്ട്, സ്വയം എണ്ണി നോക്കും. ഈ യുദ്ധത്തിന് ഞാൻ പോയാൽ ജയിക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ സമാധാനത്തിനായി അന്വേഷിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു കാര്യത്തിന് ഇറങ്ങുന്ന മുമ്പേ ആദ്യമേ അന്വേഷിക്കണം, എനിക്കിത് പറ്റുമോ ഇല്ലെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇറങ്ങാവൂ. കർത്താവിൻ്റെ പിന്നാലെ നമ്മൾ പുറപ്പെടുകയാണെങ്കിൽ, കർത്താവിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു സത്യമാണ്, നമ്മൾ കർത്താവിൻ്റെ പുറകെ വെറുതെ നടന്നു പോകുന്നതിന് കണക്കാകാതെ കർത്താവ് പറയുന്നത് അനുസരിച്ചാൽ മാത്രമേ നിത്യജീവൻ പ്രാപിക്കാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ വെറുതെ കർത്താവിൻ്റെ പുറകിൽ പോയിട്ട് മറ്റുള്ളവർ പുച്ഛിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഇടവരാണ്. ദൈവം പറയുന്നത് അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ കർത്താവ് ആഗ്രഹിക്കുന്നവരായാൽ മാത്രമേ നിത്യജീവൻ പ്രാപിക്കാൻ നമ്മുടെ ജീവിതത്തിൽ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ ആ 15-ാം വാക്യം വായിച്ച് വരുമ്പോൾ അതിലേക്ക് പോകുന്നില്ല, വായിച്ച് വരുമ്പോഴും ഇത് തന്നെയാണ് കർത്താവിന് പറയാനുള്ളത്. കർത്താവ് ഈ കല്യാണ സദ്യക്ക് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക, പക്ഷെ നമുക്ക് ആർക്കും വരാൻ മനസ്സില്ല. നമ്മൾ വെറുതെ എന്തിനാണ് പിന്നെ പുറകെ നടക്കുന്നത്? കർത്താവ് പറയുന്നത് അനുസരിക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ വെറുതെ പുറകെ നടന്നിട്ട് കാര്യമില്ല. എന്തിനു വേണ്ടി നമ്മൾ പുറകെ നടക്കുന്നത്? ഈ ഭൂമിയിൽ അപ്പം തിന്നാൻ വേണ്ടിയാണോ? അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് ഈ അനുഗ്രഹം മാത്രം ലഭിക്കാൻ വേണ്ടിയാണോ? ഈ അനുഗ്രഹവും അപ്പത്തിനും വേണ്ടി നിങ്ങൾ എൻ്റെ പുറകെ വരണം. നിത്യജീവന് വേണ്ടി മാത്രമാണെങ്കിൽ മാത്രമേ, ദൈവത്തെ അനുസരിക്കുന്നവരെ കണക്ക് നിങ്ങൾ എൻ്റെ പുറകെ വന്നാൽ മാത്രമേ ആ നിത്യജീവൻ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയുള്ളൂ. നമ്മൾ വായിച്ച ഭാഗത്തേക്ക് ഒന്നുകൂടെ കാണുന്നത് 33-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അങ്ങനെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുകളയുന്നില്ല എങ്കിൽ അവനെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഇത് കർത്താവിന് പറയാൻ വളരെ എളുപ്പമാണ്. കാരണം താൻ തൻ്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോഴും കർത്താവ് അവർ തിരഞ്ഞെടുത്തപ്പോൾ അവരെല്ലാ 12 ശിഷ്യന്മാരും അനുസരിച്ചു. അത് വ്യക്തമാക്കി നമ്മൾ വചനം വായിക്കുമ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യം മനസ്സിലാക്കാം. അവരനുസരണമുള്ളവരാണ് ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. കർത്താവ് അവരോട് പറഞ്ഞു, വല വിട്ട് വരാൻ പറഞ്ഞു. അവർ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ പിന്നാലെ വന്നു. കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച് കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേൽക്കുന്നതിന് തൊട്ട് മുന്നേ വരെയും അവർ കർത്താവിനെ അനുസരിച്ചെന്ന വചനം. അവർ അനുസരണക്കേട് ദൈവസന്നിധിയിൽ കാണിച്ചിട്ടില്ല. അതിനെ വായിക്കുമ്പോൾ ഞാൻ പലഭാഗം വായിച്ചപ്പോൾ 12 ശിഷ്യന്മാർ അനുസരണക്കേട് കാണിച്ചില്ല. പത്രോസ് കർത്താവിനെ ഒറ്റിക്കൊടുത്തു അല്ലെങ്കിൽ തള്ളി പറഞ്ഞു. അത് അനുസരണക്കേടല്ലായിരുന്നു. കർത്താവ് വ്യക്തമാക്കി പറഞ്ഞു, നീ എന്നെ തള്ളി പറഞ്ഞു. പറഞ്ഞത് പോലെ സംഭവിച്ചു.
അനുസരണക്കേടൊന്നും കാണിച്ചില്ല. എന്നാൽ അത് തെറ്റാന്ന് മനസ്സിലാക്കി തിരുത്താമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അനുസരണക്കേട് പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചില്ല. യൂദയുടെ അടുത്തും പറഞ്ഞു, നീ ചെയ്യാനുള്ളത് പോയി ചെയ്യാൻ പറഞ്ഞവൻ ചെയ്തു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം ഇത്രേ ഉള്ളൂ. കർത്താവ് താൻ തെരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരും അനുസരണക്കേട് കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് അവരോട് പറഞ്ഞു വിടേണ്ടത് വിട്ട് വരാൻ പറഞ്ഞു. അത് അവരനുസരിച്ചു. ഈ വചനത്തിൽ നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരോട് കർത്താവ് ദൂതുകളായിട്ടും ആലോചനയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് വചനം കേൾക്കുന്നുണ്ട്, നമ്മുടെ ആലോചന കേൾക്കുന്നുണ്ട്. കേൾക്കുന്നത് നമ്മൾ ഗ്രഹിച്ച് അത് ഏറ്റെടുത്ത് അത് ക്രമീകരിക്കുന്നുണ്ടോ എന്നാണ് കർത്താവിൻ്റെ ഈ വചനത്തെ കൂടെ നമ്മൾ ചോദിക്കാനുള്ളത്. നമ്മൾ കേട്ട് ക്രമീകരിച്ചില്ലെങ്കിൽ കേൾക്കുന്നത് കണക്ക് കർത്താവിൻ്റെ പുറകെ വെറുതെ നടക്കുന്നവരെ കണക്കാവുകയാണ്. അവരോടാണ് കർത്താവ് എന്ന് പറയുന്നത്, നിങ്ങൾ എൻ്റെ പുറകെ വരുകയാണെങ്കിൽ, എൻ്റെ ശിഷ്യനായിരിക്കണമെങ്കിൽ വിടേണ്ടത് വിടണം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ടത് എന്താണോ നമ്മളോട് അറിയിക്കുന്നതെന്ന് നമ്മൾ മാറ്റിയാൽ മാത്രമേ കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവത്തെ അനുസരിക്കുന്നവരെ കണക്ക് നമ്മളായാൽ, കർത്താവ് പറയുന്നത് അനുസരിക്കുന്നവരെ കണക്കായാൽ മാത്രമേ ശിഷ്യന്മാരാകാൻ സാധിക്കുകയുള്ളൂ. താൻ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരും അവർ ചെയ്തുകൊണ്ടിരുന്ന വേലയിൽ നിന്ന് കർത്താവ് വിളിച്ചു വേർതിരിച്ചു. എന്നിട്ട് കർത്താവിൻ്റെ കൂടെ വരാൻ പറഞ്ഞു. വേറെയും അനേക ശിഷ്യന്മാരുണ്ടായിരുന്നു കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരോട് പറഞ്ഞതവരനുസരിച്ചു. വേറെ ശിഷ്യന്മാർ പുറകെ വന്നപ്പോഴാണ് കർത്താവ് ഇത് വ്യക്തമാക്കി പറയുന്നത്, നിങ്ങൾ എൻ്റെ പുറകെ വരാനെങ്കിൽ ഞാൻ പറയുന്ന വചനങ്ങൾ കേട്ട് അതനുസരിച്ച് ക്രമീകരിച്ച് അത് മാറ്റേണ്ടത് മാറ്റിയാൽ മാത്രമേ നിത്യജീവൻ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയുള്ളൂ. വിടേണ്ടത് നിങ്ങൾക്ക് വിടാൻ മനസ്സില്ലെങ്കിൽ, കേൾക്കുന്ന ദൂതുകളും ആലോചനകളും നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് നമ്മൾ ക്രമീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ കർത്താവിന് ശിഷ്യനായിരിക്കാൻ കഴിയില്ല. കർത്താവിന് ശിഷ്യനായിരുന്നാൽ മാത്രമേ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുള്ളൂ എന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, കർത്താവ് പറയുന്നത് അനുസരിച്ചാൽ മാത്രമേ, വ്യക്തമായിട്ട് പറഞ്ഞതിലൂടെ കർത്താവോട് പറയുന്നത് അങ്ങനെ തന്നെ നിങ്ങൾ ആരെങ്കിലും തനിക്കുള്ളതൊക്കെ വിട്ടുകളയുന്നില്ല എങ്കിൽ അവരെൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. കർത്താവ് പറയുന്നത് അനുസരിക്കും. ഇവിടെ വചനം അതിൽ തന്നെ പറയുന്നത്, കർത്താവ് പറയുന്നത് അനുസരിച്ചാൽ മാത്രമേ കർത്താവിൻ്റെ പുറകിൽ നിങ്ങൾ നടന്ന കാര്യമുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാൻ ഞാൻ കർത്താവിൻ്റെ ശിഷ്യനാണ്, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവനെന്ന് പറയണമെങ്കിൽ പൂർണ്ണമായി കർത്താവിനെ അനുസരിക്കുന്നവരാണെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുള്ളൂ. താൻ 12 ശിഷ്യന്മാരെ എടുത്ത് മീൻ പിടിക്കുന്നവരെയും അവരെല്ലാം വേർതിരിച്ചെടുത്തു. ചുങ്കക്കാരിൽ നിന്നും കർത്താവ് വേർതിരിച്ചെടുത്തു. ഇവരെല്ലാവരും എടുത്തപ്പോൾ അവർ ആ തൊഴിൽ വിട്ട് കർത്താവ് പറഞ്ഞതുപോലെ അനുസരിച്ചു. അവരോട് എന്താണോ പറഞ്ഞത് അതനുസരിക്കാൻ അവരുടെ ജീവിതത്തിൽ ഇടയാക്കി. അവരോട് വേറെ എന്തെങ്കിലാണ് പറഞ്ഞിരുന്നെങ്കിൽ അത് ചെയ്യുമായിരുന്നു. നമ്മൾ വേദഭാഗം വായിച്ചു വരുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് 12 ശിഷ്യന്മാരോട് മാത്രമാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഈ വേദം മാറ്റി എൻ്റെ പിന്നാലെ വരാൻ. വേറെ ഒരു ശിഷ്യന്മാരോടും കർത്താവിൻ്റെ കൂടെ വന്നവരോടാൻ പറഞ്ഞില്ല ഈ പണി വിട്ടിട്ട് നിങ്ങൾ എൻ്റെ പുറകെ വരാൻ. ഈ കർത്താവ് തെരഞ്ഞെടുത്ത 12 അപ്പോസ്തല ശിഷ്യന്മാരോട് മാത്രമേ കർത്താവ് പറഞ്ഞുള്ളൂ ഈ വേല വിട്ടിട്ട് എൻ്റെ പുറകെ വരാൻ. കർത്താവിൻ്റെ വേറൊരു ശിഷ്യനായിരുന്നു. നമ്മൾ വായിച്ചു വരുമ്പോൾ കാണാം അരിമത്തിലെ യോസഫ്. അത് വചനം വായിക്കുമ്പോൾ കർത്താവിൻ്റെ വേറൊരു ശിഷ്യനായിരുന്നു. എന്ന് വെച്ചാൽ കർത്താവ് തിരഞ്ഞെടുത്തതല്ല, കർത്താവിനെ അനുസരിച്ച് കർത്താവ് പറയുന്നതനുസരിച്ച് ക്രമീകരിച്ച് കർത്താവിന് എന്താണോ കർത്താവ് പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്ന നല്ല ആ യോഹന്നാൻ സുവിശേഷം വായിച്ചു വരുമ്പോൾ അവസാന ഭാഗത്ത് ഇങ്ങനെ എഴുതുന്നു, അവൻ നല്ലവനും നീതിമാനും കർത്താവ് പറയുന്നത് അനുസരിച്ചും ജീവിക്കുന്ന ഒരു ശിഷ്യനായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ, കർത്താവ് തിരഞ്ഞെടുത്ത 12 ഇല്ലാത്തവരും ഉണ്ടായിരുന്നു അങ്ങനത്തെ ശിഷ്യന്മാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുന്ന വേറെയും ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ പുറകെ വരുന്നവർ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ 72 പേരെയും കർത്താവ് തിരഞ്ഞെടുത്തു. ഈ 72 പേരും കർത്താവിനെ അനുസരിക്കണമെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട്. എപ്പോഴും അവർ പറഞ്ഞത് അനുസരിച്ച് മടങ്ങി വന്നു അവരുടെ ജീവിതത്തിൽ അവരുടെ പേര് എഴുതാൻ കർത്താവ് ഇടയാക്കി. അപ്പോൾ അനുസരിക്കുന്നവരുടെ പേര് ജീവിതത്തിൽ കാണാനിടയാകും. എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കർത്താവ് പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്നവർ, വിടേണ്ടത് വിട്ട് കർത്താവ് പറയുന്നത് അനുസരിക്കുന്നവരെല്ലാം തന്നെ ശിഷ്യന്മാരാകാൻ സാധിക്കും. നമ്മളല്ലാതെ മറ്റുള്ളവരോട് പറയുന്നത് നമ്മളെ തിരഞ്ഞെടുത്തവരെന്ന് പറയുമ്പോൾ കർത്താവിനെ അനുസരിക്കുന്നവരായിരിക്കും. വിടേണ്ടത് വിട്ടാൽ മാത്രമേ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്ന പോലെ നമ്മളാകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കർത്താവ് വ്യക്തമാക്കി പറയാണ്, എങ്കിൽ അവനെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തനിക്കുള്ളതൊക്കെയും വിട്ട് കളയുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ കേൾക്കുന്ന ആലോചനകൾ ദൂതുകൾ അത് നമ്മൾ ക്രമീകരിച്ചാൽ മാത്രമേ കർത്താവിന് ശിഷ്യനായി തെരഞ്ഞെടുത്ത ലിസ്റ്റിൽ നമ്മളും കാണാനിടയുള്ളൂ. ഇല്ലെങ്കിൽ അനേകം വിളിക്കപ്പെട്ടു, പക്ഷെ തെരഞ്ഞെടുത്തവരോ ചുരുക്കമെന്ന നിലയിലേക്ക് നമ്മളും മാറാൻ സാധ്യതയുണ്ട്. ഈ വചനത്തിൽ കൂടെ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നത് ഇത്ര തന്നെയാണ്. നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മളെ കേൾക്കുന്ന നമ്മൾ ഒരുപാട് വചനങ്ങളും ദൂതുകളും കേട്ടിട്ട് നമ്മൾ ക്രമീകരിച്ചാൽ മാത്രമേ കേൾക്കുന്ന ദൂതുകൾ നമ്മളെ ഏറ്റെടുത്താൽ മാത്രമേ ജീവിതത്തിൽ നമ്മൾ പ്രാബല്യമാവുള്ളൂ. ഇല്ലെങ്കിൽ ഈ കർത്താവിൻ്റെ പുറകെ നടക്കുന്ന പുരുഷാരത്തെ കണക്ക് വെറുതെ നമ്മൾ പുറകെ കടന്നു പോകുന്നവരെ കണക്ക് ആകാതിരിക്കാനാണ് കർത്താവ് തിരിഞ്ഞ് തൻ്റെ പുറകെ വരുന്നവരെ തൻ്റെ പിന്നാലെ വരുന്നവരോട് കർത്താവ് വ്യക്തമാക്കി പറയാം, നിങ്ങൾ എൻ്റെ പുറകെ വരണമെങ്കിൽ നിങ്ങൾ വിടേണ്ടത് വിട്ടും എന്നെ അനുസരിക്കുന്നവരാണ്. എൻ്റെ 12 ശിഷ്യന്മാരെ ഞാൻ തിരഞ്ഞെടുത്ത് അവരനുസരിച്ചു. എൻ്റെ കൂടെ വരികയെ എവിടെയെല്ലാം ഞാൻ പോകുന്നു അവിടെയെല്ലാം അവരുണ്ട്. ഞാൻ പറയുന്നത് അവർ ചെയ്യുന്നുണ്ട്. അവർ അനേക പുരുഷാരം വന്നപ്പോൾ അവരോട് പറഞ്ഞു, അവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ, പോയി അപ്പം മേടിച്ച് അവർ വിളമ്പാൻ പറഞ്ഞൊരു വിളമ്പി. ഞാൻ ഏൽപ്പിക്കുന്നത് അവർ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് അവർ അനുസരിക്കുന്നുണ്ട്. അങ്ങനെ അനുസരണമുള്ളവരായിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. നമ്മൾ അതിന് താഴെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാം, 34-35 കൂടെ വായിച്ചാൽ ഈ ഭാഗം കുറച്ചുകൂടെ വ്യക്തമാണ്.
ഉപ്പ് നല്ലത് തന്നെ. ഉപ്പ് കാരമില്ലാതെ പോയാൽ എങ്ങനെ അതിന് രസം വരും? പിന്നെ ആ നിലത്തിനും വളത്തിനും കൊള്ളുകയില്ല. അതിനെ പുറത്ത് കളയുകയും കേൾപ്പാൻ ചെവിയുള്ളതും കേൾക്കട്ടെ. കേൾപ്പാൻ ചെവിയുള്ളതും കേൾക്കട്ടെ. കർത്താവ് ഇത് അടിച്ചേൽപ്പിക്കുകയല്ല. വചനം കർത്താവ് അടിച്ചേൽപ്പിക്കുക നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. വചനം ഒരിക്കലും ആരെയും അടിച്ചേൽപ്പിക്കാൻ പറ്റുകയില്ല. അവരവര് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഏറ്റെടുത്ത് അവനവൻ ഹൃദയത്തിൽ സ്വയമേ. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വചനം ആരും എടുക്കരുത്. ദൈവവചനം എപ്പോഴും നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഭവമാക്കി മാറ്റരുത്. അവനവന് ഹൃദയത്തിൽ തോന്നി, ഹൃദയത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ ദൈവത്തെ നമ്മൾ വിശ്വസിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലാത്ത പക്ഷം ആരും കേട്ടിട്ട് ഇതെങ്ങനെ ചെയ്താലേ പറ്റത്തുള്ളൂ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഭവമല്ല ഇത്. ഇത് കർത്താവ് അതുകൊണ്ടാണ് പറയുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന കേട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നിത്യതയിലെത്താൻ സാധിക്കും. അല്ലാതെ ഞാൻ നിങ്ങളെ അടിച്ച് പിടിപ്പിച്ച് കൊണ്ടുവരുന്ന സാധനമുണ്ട്. അതുകൊണ്ട് കർത്താവിടെ വ്യക്തമായിട്ട് പറയുന്ന ഒരു ഭാഗമാണ് ഉപ്പ് നല്ലത് തന്നെ. ഉപ്പ് എന്ത് സംഭവിക്കും? ഉപ്പ് കാരമില്ലാതെ പോയാൽ എങ്ങനെ അതിന് രസം വരുന്നു? ഉപ്പ് നല്ലത് തന്നെ എന്ന് പറയുമ്പോൾ കർത്താവ് വ്യക്തമാക്കി മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളെ ഭൂമിയിലെ ഉപ്പാക്കിയിരിക്കുന്നു. എന്തിനാണ് നമ്മൾ ഭൂമിയിൽ ഉപ്പാക്കിയിരിക്കുന്നത്? മറ്റുള്ളവർക്ക് രുചി പകരാൻ. കർത്താവ് തെരഞ്ഞെടുത്ത ശിഷ്യന്മാരും കർത്താവ് തെരഞ്ഞെടുത്തവരും കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ഈ ഭൂമിയിൽ ഉപ്പായിരിക്കണം ഭൂമിയിൽ. എന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് രുചി പകരാൻ സാധിക്കുകയുള്ളൂ. ഉപ്പിന് രുചിയില്ലെങ്കിൽ, നിങ്ങളുടെ ഒരു രുചി നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അത് തീർച്ചയായും ആർക്കും ഗുണമില്ലാതെയും മാറ്റും. പിന്നെ ആർക്കും കൊള്ളാത്തവൻ ഈ ഭൂമിയിൽ പോലും നമ്മളെ തള്ളപ്പെടും. അങ്ങനെ ഭൂമിയിൽ തള്ളപ്പെടുന്ന വ്യക്തി കർത്താവിനും വേണ്ട ഭൂമിക്കും വേണ്ടാത്ത പോലെ അത് എവിടെ തള്ളിപ്പെടും? 35-ാം വാക്യത്തിന് വളത്തിനും കൂടുകയില്ല, അതിനെ പുറത്ത് കളയും എന്നാണ് കർത്താവ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ എങ്ങനെ നമ്മൾ ആക്കിയിരിക്കുന്നു, എത്രത്തോളം വിശ്വസ്തയോടെ നമ്മൾ മറ്റുള്ളവർക്ക് രുചി പകരുകയും കർത്താവിൻ്റെ നാമമോഹത്തിനാക്കി നമ്മൾ തന്നെ ഉപയോഗിക്കുമ്പോഴാണ് ഈ ഉപ്പ് പ്രയോജനമുള്ളത്. അങ്ങനെ ഭൂമിയിൽ നിങ്ങളെ ഞാൻ ഉപ്പാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനാണ് കർത്താവ് മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ പിന്നെ അതിനൊരു രസമില്ല. അപ്പം നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്തെ വിശ്വസ്തയോട്, കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ വിശുദ്ധിയോട് വിഴേണ്ടത് വിട്ട് നമ്മൾ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ജീവിച്ചാൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന പോലെ നിത്യതയിൽ നമ്മളെ കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ മറ്റുള്ളവരെ കണക്ക് നമ്മളെ ആർക്കും കൊള്ളാത്ത പോലെ വെറുതെ നല്ല മരത്തിൻ്റെ തെങ്ങിനെ കൊണ്ട് ഇടാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ രുചിയുള്ളവരായി, ദൈവത്തിന് പ്രയോജനമുള്ളവരായി, അനേകർക്ക് പ്രയോജനമുള്ളവരാക്കി തീർക്കണം. അതിനാണ് കർത്താവ് ആ ഒരു വിത്ത് വീണ് കഴിഞ്ഞാൽ, നല്ല നിലത്തെ വീണ് കഴിഞ്ഞാൽ അത് വൃക്ഷമായി ഫലം കൊടുക്കത്തക്ക രീതിയിൽ അതിന് നല്ല ഫലവും തണലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് ഉപ്പായിട്ടാണ്. മറ്റുള്ളവർക്ക് രുചി പകരാനും ദൈവനാമം മോഹത്തിനാക്കി അനേകം രുചി പകരാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പൗലോസ് ഇതുപോലെ തന്നെ ഒരു ഭാഗം പറയുന്നുണ്ട്. കൊലോസ്യർ നമ്മൾ വായിക്കുമ്പോൾ കൊലോസ്യർ 4-ന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കി പൗലോസ് പറയുന്ന ഭാഗമാണ്, ഓരോരുത്തരോടും നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. ഈ വചനത്തിൽ കർത്താവ് വ്യക്തമാക്കി നമ്മളെക്കുറിച്ച് പറയുന്നത്, നമ്മുടെ വാക്ക് എപ്പോഴും ഉപ്പിനാൽ രുചികരമായിരിക്കണം. നമ്മുടെ വായിൽ നിന്നൊരു വാക്കുകൾ മറ്റുള്ളവർക്ക് രുചികരമായി അനേകർക്ക് ഗുണമുള്ളതായി രുചിയുള്ളവരാക്കി നമ്മൾ തീർക്കണം. അങ്ങനെ ആയാൽ മാത്രമേ ഭൂമിയിൽ നിങ്ങൾ ഉപ്പാകുകയുള്ളൂ. ഉപ്പ് നല്ലത് തന്നെയാണ്. ഉപ്പിന് രുചിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് രുചി കിട്ടത്തില്ല. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും കൊടുക്കാൻ വേണ്ടി, ഇന്ന് കേട്ട വചനം പോലെ ആ സമാധാനം നമ്മുടെ വായിൽ നിന്ന് വരാൻ, മറ്റുള്ളവർക്ക് രുചി പകരാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കണം. ഇന്ന് അടുത്ത ഭാഗത്തിൽ വരുമ്പോൾ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ 6-ാം വാക്യത്തിൽ നിങ്ങൾ ഭൂമിയിൽ സമാധാനം എവിടെയെങ്കിലും ചെന്ന് നമ്മൾ പറയേണ്ടത് സമാധാനമാണ്. അവർക്ക് സമാധാനം നമ്മുടെ വായിൽ നിന്ന് വരണം. അങ്ങനെ വരണമെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് ഉപ്പിനാൽ രുചി വരുന്ന പോലെ സമാധാനം നമുക്ക് ആ ഭവനത്തിൽ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വിടേണ്ടത് വിട്ട്, ദൈവം നമ്മളെ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് ഉപ്പിനെ പോലെ മറ്റുള്ളവർക്ക് രുചി പകരുന്നവരായി, കർത്താവ് വിടേണ്ടത് വിടാൻ പറഞ്ഞത് വിട്ട് ദൈവസ്ഥലത്തിൽ നമ്മൾ ക്രമീകരിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ നമ്മളെക്കുറിച്ച് നമ്മൾ അങ്ങനെ ആകാൻ, ദൈവം നമ്മളെ ആഗ്രഹിക്കുന്ന പോലെ ആകാൻ നമ്മൾ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നവരാകട്ടെ.
Hallelujah, hallelujah.
സ്വർഗത്തിൽ ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹവും ഇപ്പോഴും നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ കൃപയും അന്ന് വാക്ക് പറഞ്ഞ പ്രകാരം ഇപ്പോഴും നമ്മുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും നമ്മുടെ 9 പേരുടെ മേലും എന്നും എന്നും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. നമുക്ക് ജയം തന്ന ദൈവത്തിനെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ.